ആരൊക്കെയാ ഉള്ളതെന്ന് കുറച്ചു പേര് മാത്രം. ഞാൻ ഒന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ട് വരാം കേട്ടോ. സുപ്രഭേ ഒന്ന് മെസ്സേജ് ഇട്ട മോളെ ഗ്രൂപ്പില്. എനിക്കറിയില്ല മാം. എങ്ങനെ? അറിയില്ല മാം. വാട്സപ്പിലിടാ, വാട്സപ്പ് ഗ്രൂപ്പില് എല്ലാരോടും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയും. റിഫാന പറയോ? ഞാൻ പറയുന്നു മാം. ഞാൻ പഠിച്ചില്ല. ഓക്കെ, ശരി ശരി, ഓക്കെ. ഞാനാണെങ്കിൽ ഓടിപ്പടച്ച് വന്നേക്കുവാ. കൊലം കാണണോ? ഓക്കെ, അയ്യോ മാം. വന്ന് കേറിയ ഉള്ളു. ഒരു മിനിറ്റ് സെറ്റാവട്ടെ. ഇതൊക്കെ എല്ലാവരും ജോയിൻ ചെയ്യട്ടെ. വർക്ക് വന്നിട്ട് ഉണ്ടായിരുന്നോ ലാസ്റ്റ് ആയിട്ട്? ഇത് CV ഉണ്ടാക്കാനും പിന്നെ ആക്ഷൻ സോങ്. എല്ലാവരും CV ഉണ്ടാക്കിയോ? ഉണ്ടാക്കി. ഓക്കെ, ഞാൻ കുറച്ചുപേരുടെ കണ്ടു, ചേട്ടൊന്നും കണ്ടില്ല. ആക്ഷൻ സോങ് അല്ലേ? നോക്കട്ടെ. ആക്ഷൻ സോങ് എന്ന് പറയുമ്പോൾ ഇതല്ലേ. ഇത് 3 പേര് മാത്രം വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നേ, ബാക്കി എല്ലാവർക്കും എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? ചടപടയാക്കി വന്നതാ, ഇതുവരെ ഊരിയിട്ടില്ല. ഞാനും അതേ മിസ്സേ. ണ്ടോ? ഞാനും അതേ പറയും. ഞാൻ ക്ലാസ്സിന് ഇവിടെ ട്രെയിനിങ്ങിന് കയറിയിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാം. ഓക്കെ, എനിക്ക് വൈഫൈ റെഡി ആകുന്നില്ല. ഞാൻ ഒന്ന് നെറ്റ് ചാർജ് ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ എവിടെ എത്തിയത് പറയൂ മക്കളെ, എവിടെ എത്തിയ നമ്മള്? 5th ചാപ്റ്റർ കംപ്ലീറ്റ് ആയോ? ഇല്ല. 4th ചാപ്റ്റർ ആണോ? ഒന്ന് പറയൂ. ഫിഫ്ത് ചാപ്റ്റർ. അവിടെ എവിടെ എത്തി മക്കളെ? പറഞ്ഞേ. വിദ്യാഭ്യാസത്തിലെ രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും പങ്ക് അടുത്തത്. അവിടെ എത്തിയല്ലേ? ശരി ശരി. അപ്പൊ നമ്മൾ ഈ 5th ചാപ്റ്റർ നോക്കുന്ന സമയത്ത് കുറെ ഒരു പോർഷൻ ആയിട്ട് കാര്യങ്ങൾ പോകുന്നത് അല്ലേ? അല്ലേ? അതെ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്തടിച്ചു? സമൂഹവും സ്കൂളും തമ്മിൽ, അതായത് സൊസൈറ്റിയും സ്കൂളും തമ്മിലുള്ള കണക്ഷൻ ആണ് ആദ്യം പഠിച്ചത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എവിടേക്ക് പോയി? കുട്ടികളും ടീച്ചറും, ലൈക്ക് അങ്ങനെ ഒരു കോംബോ അല്ലെ? അവിടേക്കല്ലേ പോയത്? യെസ്. അത് കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ട് പോയി? സൂപ്പർവൈസറും സ്റ്റാഫും, അതായത് നിങ്ങളും തമ്മിലുള്ള ഒരു കോംബോ, അവിടെ അതാണ് പോയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രക്ഷിതാക്കളും സ്കൂളും ആണ്.
അതായത് ഗാർഡിയൻസും അല്ലെങ്കിൽ പാരന്റ്സും എന്തോ സ്കൂളും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടാ. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് റോൾ ഓഫ് പാരന്റ്സ് ഇൻ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നായിരിക്കും. റോൾ ഓഫ് വാട്ട് ഇസ് ദ റോൾ ഓഫ് പാരന്റ്സ് ഓർ ഗാർഡിയൻസ് എന്ത് വരും? പാരന്റ്സ് ആയിരിക്കും വരിക. വാട്ട് ഇസ് ദ റോൾ ഓഫ് പാരന്റ്സ് ഇൻ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ? ഓക്കെ, പാരന്റ്സ് ആൻഡ് സൊസൈറ്റി എന്ന് വരും കേട്ടോ. ചിലപ്പോ പാരന്റ്സ് എന്ന് വരും, അല്ലെങ്കിൽ പാരന്റ്സ് ആൻഡ് സൊസൈറ്റി രണ്ടും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ, റോള് ചോദിച്ചാല്. ഓക്കെ, സ്കൂൾ ഒരു സാമൂഹ്യ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും സമൂഹത്തിന് ആവശ്യമായ ചില എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. എന്നതാടാ ക്വസ്റ്റ്യൻ ഒരു വട്ടം കൂടി പറയുമോന്ന്? ഓക്കെ, വാട്ട് ഈസ് ദ റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് സൊസൈറ്റി ടുവേർഡ്സ് എഴുതിക്കോ, ടുവേർഡ്സ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ. അല്ലെങ്കിൽ ഇന്നെന്നും വരും, ടുവേർഡ്സ് ഇന്നെന്ന് വരും കേട്ടാ. ഓക്കെ, അപ്പൊ വരുന്നത് സ്കൂൾ ഒരു സാമൂഹ്യ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശവും അല്ലടാ, ഇവിടെ ബാക്കി പോർഷൻ എടുക്കുവാണേ. ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുത്തതാ, ഈ ഭാഗത്ത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാന്നുള്ളത്. കുറച്ചുകൂടെ പേരൊന്ന് വീഡിയോ ഓൺ ചെയ്തേ. ഞാന് ടെക്സ്റ്റിന്റെ സൈഡിൽ എഴുതിയതാണ്. ഓക്കെ ഫൈൻ. ഞാനിപ്പോ അത്രയും ലോക്കലായിട്ട് ഇരിക്കുന്നത് കണ്ടറിയാം. എന്റെ പുറത്തുനിന്ന് ഇറങ്ങി വന്ന് അതേ ആ ചൂടോടെ വന്ന് ഇരിക്കുവാണ്. കാരണം ഇച്ചിരി ലേറ്റ് ആയി, 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ ചാടി ചാടി വന്നതാ. അപ്പൊ എന്നിട്ട് നിങ്ങളൊക്കെ എത്ര വീട്ടില് വെറുതെ ഇരിക്കുകയല്ലേ ചെയ്യുന്നേ? എന്നാ എന്താ വീഡിയോ ഓൺ ചെയ്താ? ഞാന് ക്ലാസ്സിൽ കയറി. ആണോ? വെരി ഗുഡ്, വെരി ഗുഡ്. ബാക്കിയുള്ളവരോ? എന്നിട്ട് റൈഹാനത്ത് വീഡിയോ ഓൺ ചെയ്തല്ലോ, ബാക്കിയുള്ളവരോ? ഞാൻ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരോടാ പറയണേ കേട്ടാ. മിസ്സേ, ഞങ്ങള് സ്കൂളിൽ അന്വേഷിക്കാൻ പോയിണ്ടായിരുന്നേ, ഇതാ തിരിച്ചെത്തിയുള്ളൂ, വീട്ടിലെത്തിയുള്ളൂ. മിടുക്കി മിടുക്കി. ഓക്കെ ശരി. ബാക്കിയുള്ളവര് നിങ്ങൾക്ക് ലെറ്റർ കിട്ടിയായിരുന്നോ? കിട്ടി. ഓക്കെ, എല്ലാരും കൊടുത്തു തുടങ്ങിയോ? കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. TC കുറച്ചു പേരൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഫൈൻ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാം. സ്കൂൾ ഒരു സാമൂഹ്യ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും സമൂഹത്തിന് ആവശ്യമായ ചില പ്രത്യേക ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഈ സ്ഥാപനം നടപ്പിലാക്കേണ്ടത് വെറും ഔപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായം മാത്രമല്ല, അത് വെറും പഠനത്തിന് വേണ്ടി മാത്രം ഉള്ളതല്ല, സാമൂഹ്യമായ ഒരു പഠന കേന്ദ്രം കൂടിയാണിത്. ഏത്? സ്കൂള്. നമ്മൾ അതൊക്കെ തന്നെയാണ് ഇപ്പൊ പഠിച്ചുകൊണ്ട് വന്നത് അല്ലെ? സാമൂഹ്യ കേന്ദ്രം ആസ് എ കമ്മ്യൂണിറ്റി സെന്റർ, ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിയ കാര്യം. ഓക്കെ, വെറും ഒരു സ്കൂൾ ഒരു വിദ്യാഭ്യാസത്തിന് മാത്രമല്ല, എന്തിനും കൂടിയാ ഇങ്ങനെ ഒരു ആയിട്ട് പ്രവർത്തിക്കണം. ഓക്കെ, സമൂഹത്തിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു സ്ഥാപനമാണ് അല്ലെ? നമുക്ക് എന്തില്ലാന്നുണ്ടെങ്കിലും സ്കൂള്, ഹോസ്പിറ്റലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ശരിയല്ലേ? മാറ്റി നിർത്താൻ പറ്റില്ല. നമുക്ക് ബാക്കി എന്തെങ്കിലും വേണ്ടാന്ന്, ഇപ്പൊ ഒരു ഷോപ്പ് വേണ്ടാന്ന് വെച്ചാലും എന്താണ്, പക്ഷെ ഹോസ്പിറ്റൽ, സ്കൂളൊക്കെ ഒരു പരിധിയിൽ എന്തായാലും ഒരു നാട്ടില് വേണം. ശരിയല്ലേ? വേണ്ടേ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ ഫൈൻ. എന്താണ് വേണം? സ്കൂൾ. ഓക്കെ, അതിനാൽ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തന ഫലങ്ങൾ, പ്രവർത്തന ശൈലി, പ്രവർത്തനോദ്ദേശം എന്നിവ സമൂഹത്തിന്റെ മുക്കിലും മൂലയിൽ എത്തണം. ഇതിനെ കൊണ്ടുള്ള ഉപകാരങ്ങൾ, ഗുണങ്ങൾ, കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തണം? എല്ലാ സമൂഹത്തിന്റെ അടിത്തട്ടില് വരെ ഇതിന് എത്തണം. ലക്ഷ്യവും അതിനെ കൊണ്ടുള്ള റിസൾട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും, അതായത് എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണം, എല്ലാവരും സ്കൂളിൽ എത്തണം എന്നാണ് ഉദ്ദേശിച്ചത്. സ്കൂളും എല്ലാ ഭാഗവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ വിജയത്തിനായി സ്കൂളും രക്ഷാകർത്താക്കളും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധങ്ങളാണ് വേണ്ടത് അല്ലെ? അതായത് സ്കൂൾ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പാരന്റ്സുമായിട്ട് എന്ത് കണക്ഷൻ ഉണ്ടാവണം? സ്കൂളിന് കണക്ഷൻ ഉണ്ടാവണം. അതുമില്ലെങ്കിലോ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പഠനം പോകുന്നില്ല. ഓക്കെ, എല്ലാവരും ഇതെന്താ പുതിയൊരു സംഭവം? ഓഡിയോ, ഒരു മിനിറ്റ്, ഞാൻ സംസാരിക്കുന്നില്ലേ? ഓക്കെ ഫൈൻ, ഇത് കൊള്ളാട്ടോ. ഇതൊക്കെ വന്നിട്ടുണ്ടോ? ചായലൊരു ഓഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ്. വന്നു ഓഡിയോ.
ശരി, ഞാനൊന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ടേ. എവിടുന്നോ ഒരു നോയ്സ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ഈ ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ സ്കൂൾ മുന്നോട്ട് പോകുള്ളൂ, അല്ലേ റയ്യാനത്തെ? അല്ലേ? റയ്യാനത്തെ എവിടെയാണ് ജോയിൻ ചെയ്തേ ട്രെയിനിങ്ങിന്? ഞാൻ എന്റെ മക്കള് ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പ്രീ പ്രൈമറിയിലാണ്. ആണല്ലേ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല രസമാണ് മിസ്സേ. ഫസ്റ്റത്തെ ദിവസം ഒരു ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഞാൻ വേണം. എൻജോയ് ചെയ്യാൻ തുടങ്ങി. ചിലര് പറയുവേ എനിക്ക് ഫസ്റ്റ് ആയതുകൊണ്ട് ഒരു പേടി, എനിക്ക് ഫസ്റ്റ് ആയതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, ടെൻഷൻ എന്നൊക്കെ. അതെന്താ എന്റെ അഭിപ്രായത്തിൽ അത് വേണം. അതുള്ളവരെ നല്ല പ്രിപ്പയർ ആയിട്ട് പോവുള്ളൂ. ആ ടെൻഷനും കാര്യമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പോകും? ഒരു കൂസലും ഇല്ലാണ്ട് അങ്ങ് പോകും, അല്ലെ? ഒരു തയ്യാറെടുപ്പും ഇല്ലാണ്ട് ഒന്നും ഇല്ലാണ്ട് അങ്ങ് പോകും. പക്ഷെ ആ ടെൻഷൻ, ആ ഒരു വെപ്രാളം, ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ മോർ പെർഫെക്ഷൻ ആവും. മനസ്സിലായില്ലേ? ഓക്കെ, അടിപൊളി. ആ കടമ്പ കഴിഞ്ഞ് കിട്ടി. വെരി ഗുഡ്. ഇനി ഇറങ്ങാനാകുമ്പോ അത് റയാത്ത് കഴിഞ്ഞു. പറയും എനിക്ക് വിട്ടു പോവാൻ തോന്നുന്നില്ല മിസ്സേ, നിർത്താൻ തോന്നുന്നില്ല മിസ്സേ സത്യം എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ തന്നെ ഉച്ചവരെയുള്ള ഞാൻ ക്ലാസ്സിന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ എന്നോട് പോന്നോളാൻ പറഞ്ഞു. അപ്പൊ വരുമ്പോ തന്നെ കുട്ടികൾ മിസ് ഇപ്പൊ തന്നെ പോകണ്ട മിസ്സേ, ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൂടി എടുക്കോ. എന്നിട്ട് എല്ലാരും പോകുമ്പോ ടാറ്റ മിസ്സേ, ടാറ്റ ടാറ്റ പറഞ്ഞിട്ട് എല്ലാവരും വരും. ഞങ്ങളുടെ വീട്ടിലേക്ക് വരണ്ടേ മിസ്സേ എന്നൊക്കെ പറഞ്ഞിട്ടാ വിട്ടിക്കണെന്ന്. ഗ്രേറ്റ്. ഭയങ്കര ഒരു ഫീൽ ആയിട്ടോ. പറ്റുന്നവര് മാക്സിമം ഓഫ്ലൈൻ ആയിട്ട് തന്നെ ട്രെയിനിങ്ങിന് പോണം. ഓക്കെ, ഓൺലൈനേക്കാളും ഏറ്റവും ബെറ്റർ ഓഫ്ലൈൻ. ഇനി ഓൺലൈൻ ചെയ്യാൻ ഒരു നിവൃത്തി ഇല്ലാത്തവർ ഓൺലൈൻ ചെയ്യുമല്ലോ. ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിലെത്തിയതിന് ശേഷം, ഗൾഫിലുള്ളവരാണെങ്കിൽ നാട്ടിലെത്തിയ ശേഷം എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ലെറ്റർ യൂസ് ചെയ്തിട്ട് എവിടെയൊക്കെ ഒന്ന് ജോയിൻ ചെയ്യണം. ഇതിന്റെ ഒരു പ്രധാന ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. നോർമലി കോഴ്സ് കഴിഞ്ഞ പാട് ഒരു ലാഗ് വരത്തില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോയി കിട്ടിയിട്ടുണ്ട്, എല്ലാ സാധനവും മാറി കിട്ടിയിട്ടുണ്ട്, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ പെട്ടെന്ന് ജോലി കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓഫ്ലൈൻ ആയിട്ട് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ. മനസ്സിലായോ? പിന്നെയുള്ള മിസ്സേ, ഇന്നലെ ഇവിടെ ഞങ്ങളുടെ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു സബ് ജില്ലാ കലോത്സവം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ ഒരു കുട്ടി ഞാനവിടെ ഇരിക്കായിരുന്നു. അപ്പൊ അവരിങ്ങനെ ദൂരെ നിന്ന് കണ്ടിട്ട് ഓടി വന്നിട്ട് മിസ്സേ പറഞ്ഞിട്ട് പുതിയ മിസ്സേ വന്ന് കൈയൊക്കെ തന്നിട്ട് ഹായ് ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇവിടുന്ന് ഐഡന്റിഫൈ ചെയ്യണ്ടവര്. അതൊരു സന്തോഷമായി എനിക്ക്. ആണല്ലേ? ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഇതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായതറിയോ? എന്റെ മോളുടെ പ്രോഗ്രാം, അത് കുറെ സ്കൂൾ തമ്മിൽ ഒരുമിച്ച് ഒരു പ്രോഗ്രാം ഉണ്ടാവും. അൽബിർ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ പോയതാ. ഞാൻ ഇവളുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ടീച്ചർ ആണെന്നോ ഞാൻ വർക്ക് ചെയ്യുന്നോ അവർക്കൊന്നും അറിയത്തില്ലായിരുന്നേ. ഞാൻ എന്നിട്ട് അവിടെ പോയപ്പോ 2-3 കുട്ടികൾ വന്നിട്ട് മിസ് ഷാന മിസ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ടീച്ചേഴ്സാ, പല സ്കൂളിലെ ടീച്ചേഴ്സാ. 2-3 മിസ് ഒരു സെൽഫി എടുത്തോട്ടെ മിസ്സെ, കൂടെ വന്നിട്ട് ഒരു സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ. അപ്പൊ എന്റെ മോളുടെ ടീച്ചേഴ്സ് വന്നിട്ട് നിങ്ങൾ ആരാ എന്നിട്ട് ചോദിച്ചു. ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. നമ്മൾ പഠിപ്പിച്ച കുട്ടികള് ഇങ്ങനെ വേറെ സ്കൂളിൽ നമ്മളെ കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. എന്തായാലും അടിപൊളി, സൂപ്പർ. എല്ലാവർക്കും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, നമുക്ക് എന്താ അവിടെ സംസാരിക്കുവാണോ? അല്ല മിസ്സിനോടല്ല, എന്തായിരുന്നു? പ്രൈവറ്റ് നമുക്ക് കിട്ടുള്ളൂ. പ്രൈവറ്റ് സ്കൂളിൽ മാത്രമേ കിട്ടൂ? അല്ലടാ, ഗവൺമെന്റ് കിട്ടുന്നുണ്ട്. എല്ലായിടത്തൊന്നും ഇല്ല, ചില സ്കൂളുകൾ പെർമിഷൻ തരുന്നുണ്ട്. 15 ദിവസത്തേക്കല്ലേ? ഉണ്ടാവും അല്ലേ? കിട്ടും. ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ അവനെ കൊടുത്തിട്ടുണ്ട്, MTTC ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് അവരെ ഒരു മാനേജ്മെന്റിന്റെ ഇതുപോലെ ഇരിക്കും കേട്ടാ. കൂടുതലും ഗവൺമെന്റ് സ്കൂളിൽ തന്നെ കിട്ടിയാണ്. മിസ് വർക്കിംഗ് ഡേയ്സ് അതിൽ ഇൻക്ലൂഡിംഗ് ആണോ? വർക്കിംഗ് ഡേയ്സ് അതിലേ പെടുവോ? ഇൻക്ലൂഡിംഗ് ആണോ അതില്? നമ്മള് 15 ദിവസത്തിന്? അതെ. ആ, yes. അപ്പൊ ഈ റെയ്ഹാനത്തെ മിസ് ക്ലാസ് എടുക്കുന്ന മലയാളത്തിലാ ഇംഗ്ലീഷിൽ തന്നെയാ ഫുൾ ആയിട്ട്? അത് ആദ്യം ഇംഗ്ലീഷിൽ പറയും. അവിടെ അവര് ആദ്യം മുതലേ അങ്ങനെ മലയാളത്തിൽ ക്ലാസ് എടുത്ത കാരണം നമുക്ക് ഒപ്പം മലയാളം പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇംഗ്ലീഷ് തന്നെ ഫുള്ള് ആണെന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ ചർച്ചകൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചെയ്യാം കേട്ടാ. ശരി, നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണത്തോടെ മുന്നോട്ട് പോണേ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാ. എന്താണ്, മുന്നേ പോയവര് ഇനി പോകാൻ പോകുന്നവർക്ക് നല്ല കോൺഫിഡൻസ് കൊടുക്കുക, അല്ലാണ്ട് പേടിപ്പിക്കരുത്. അയ്യോ എന്റെ മോളെ പോയേക്കല്ലേ മോളെ ഒന്നും പറയരുത്. നല്ല രീതിയിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ശരി, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകും. നല്ലൊരു ഇത് കിട്ടി. തന്നെ ആഹാ, നന്നായിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു ലെസൺ പ്ലാൻ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. കറക്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു.
വാവ്, ഗ്രേറ്റ്, സൂപ്പർ. ഇതൊക്കെ നമുക്കും കൂടിയുള്ള ഒരു ഇതാണല്ലേ. നമ്മുടെ ടീച്ചേഴ്സിന് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ ഉള്ള ഒരു കിട്ടലാ. വാവ്, നിങ്ങളിലൂടെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, പഠിച്ചു പൊളിക്കുക, നല്ല പേര് മാത്രം ഉണ്ടാക്കി തരാം എല്ലാവരും കേട്ടാ. ഓക്കെ, പറയണം ഇത് NS-ന്റെ പിള്ളേരാ എന്ന് പറയണം ഭാവിയിലും. എവിടെ കിട്ടുമ്പോഴും ഓ NS-ലെ ടീച്ചറാ, ജോലി എപ്പൊ കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് തരും, അങ്ങനെ അങ്ങനെ കിട്ടണം കേട്ടോ. ശരി, ഇൻഷാല്ലാ. ഇൻഷാല്ല. ഓക്കെ, പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ വിജയത്തിനായി സ്കൂളും രക്ഷാകർത്താക്കളും തമ്മിൽ ആരോഗ്യകരമായ ബന്ധങ്ങളാണ് വേണ്ടത്. രക്ഷാകർത്താക്കളുടെ സഹകരണമാണ് സ്കൂൾ പ്രവർത്തനങ്ങളെ ഭംഗിയാക്കുന്നത്, അല്ലെ? ശരിക്കും അതെ, അവരുടെ സപ്പോർട്ട് തന്നെയാണ് ഒരു സ്കൂളിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത്, അല്ലെ? ഇപ്പൊ തന്നെ എന്തെങ്കിലും ഇപ്പൊ സ്കൂളിന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു, അപ്പൊ ഇങ്ങനെ കളക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോ 2-3 പാരന്റ്സ് തരൂല, അതെന്താണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ ഒരു യൂണിഫോമിന്റെ പ്രശ്നം, അത് സ്കൂളിന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും ഞാൻ പറയുമ്പോ ആ പാരന്റ്സ് അവരുമായിട്ട് ഡിസഗ്രി ആയതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂസ് വന്നത്. അതാ പറഞ്ഞത്, ഒത്തു പോകുമ്പോൾ മാത്രമാണ് ഭംഗിയായിട്ട് ഇത് മുന്നോട്ട് പോവാ ഒരു സ്കൂൾ സിസ്റ്റം. അപ്പൊ എന്ത് വേണം, രക്ഷാകർത്താക്കളുമായിട്ട് നല്ലൊരു കണക്ഷൻ, ഒരു ബോണ്ടിങ് ഉണ്ടായിരിക്കണം. സ്കൂൾ നിലനിൽക്കുന്ന സ്ഥലത്തെ ഔദ്യോഗിക സമൂഹമാണ്, അതായത് ആ ഒരു സ്കൂളിന്റെ ചുറ്റുമുള്ള ആൾക്കാരാണ് അവിടുത്തെ സമൂഹം എന്ന് പറയുന്നത് കേട്ടാ. ഓക്കെ, ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കണം സ്കൂൾ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. അതായത് ഈ സമൂഹത്തിന് ആവശ്യമായ, അതുപോലെ സ്കൂളിലെ കുട്ടി എല്ലാത്തിനും നമുക്ക് വെറുതെ ഒരു പ്ലാനിങ് അല്ല നടക്കണ്ടേ. ഇവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്ലാനിങ്സ്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തത് പ്രീ പ്രൈമറി പറഞ്ഞു അല്ലെ. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ആദ്യത്തെ സ്ഥാപനം എവിടെയാണ്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എല്ലാവരുടെയും ആദ്യത്തെ സ്കൂൾ എവിടെയാണെന്ന് പറയും? വീടാണെന്ന് പറയും, അല്ലെ? അപ്പൊ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ രക്ഷാകർത്താക്കളാണ് അവരുടെ ആദ്യത്തെ ടീച്ചേഴ്സ് അഥവാ അധ്യാപകർ. അവർക്ക് അവരുടെ കുട്ടികളെ നന്നായിട്ട് അറിയാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു കുട്ടിയെ അറിയുന്നത് ആർക്കായിരിക്കും? അവരുടെ ഉമ്മാക്ക് അല്ലെങ്കിൽ പാരന്റ്സിനായിരിക്കും, ഉപ്പാക്ക് ഉമ്മാക്ക്. ഓക്കെ, അപ്പൊ അതാ പറഞ്ഞത് കേട്ടോ. അച്ഛനമ്മമാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കുട്ടികളെ നന്നായിട്ട് അറിയാം. ഓക്കെ, സ്കൂളും രക്ഷാകർത്താക്കളും തമ്മിൽ അതുകൊണ്ട് തന്നെ ഒരു പരസ്പര ധാരണ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പാരന്റ്സിനെ വിളിച്ച് ചോദിച്ചാൽ മതി, അല്ലേ? അതെ. അപ്പൊ സ്കൂളും രക്ഷാകർത്താക്കളും സമൂഹവും തമ്മിൽ നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് താഴെ പറയുന്ന പരിപാടികൾ സംഘടിപ്പിക്കണം. ഓക്കെ, ഈ ഒരു കണക്ഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഒന്ന് പറയുന്നത് എന്താണ്? PTA. നമ്മൾ ഇതിന്റെ ഒരു എക്സ്പാൻഡ് വേർഷൻ അവിടെ മുന്നേ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുക കേട്ടോ. അഥവാ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ്സ് കൂടി ആഡ് ചെയ്യുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല. ഇനി അത് മാത്രം എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ, എന്താ പറഞ്ഞത്? എല്ലാ സ്കൂളിലും PTA സംഘടിപ്പിക്കണം. അറിയാം, എല്ലാ സ്കൂളിലും PTA ഉണ്ടായിരിക്കണം. ഓക്കെ, ആണ്ടിൽ 3 പ്രാവശ്യമെങ്കിലും ഇവിടെ പ്രവർത്തനം വിലയിരുത്തണം. ഒരു കൊല്ലം എത്ര തവണ വേണം? 3 തവണ. ബാക്കി മാനേജ്മെന്റ് തീരുമാനിക്കുക. ഇനി മാസത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മാസത്തിൽ ചെയ്യാം. മനസ്സിലായില്ലേ? അതൊക്കെ ഓരോ മാനേജ്മെന്റിന്റെ ഇഷ്ടം. ദെൻ രക്ഷാകർത്താക്കളുടെ ക്രിയാത്മക അഭിപ്രായങ്ങൾ കണക്കിലെടുക്കണം. അതായത് ഓരോ പാരന്റ്സിന് കുറെ ഐഡിയാസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഒരു തവണ സ്കൂളിൽ പോയപ്പോ ഞാൻ പറഞ്ഞ ഒരു ഐഡിയ ആയിരുന്നു, കുട്ടികളൊക്കെ എപ്പോഴും പുതിയ ബാഗ്, നമ്മൾ നല്ല ബാഗൊക്കെ കളറൊക്കെ നോക്കിയിട്ട് മേടിച്ചു കൊടുക്കും. വീട്ടിലെത്തുമ്പോഴേ ഫുള്ള് മണ്ണായിരിക്കും, ഫുള്ള് ചെളിയും മണ്ണും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അടിഭാഗം കാണാൻ പറ്റൂല. അപ്പൊ മോളെടുത്ത് നോക്കിയപ്പോൾ മോള് പറഞ്ഞു ബാഗ് നിലത്ത് വെക്കണം എന്നുള്ള കാര്യം. ഓക്കെ, ബാഗ് നിലത്ത് വെക്കണം എന്നുള്ള. അപ്പൊ ഞാനൊരു വീഡിയോ കണ്ടതാ, ഒരു നല്ലൊരു എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു കുളത്തുണ്ടല്ലോ, നമ്മൾ കർട്ടനൊക്കെ ഇതാക്കി കൊളുത്തുന്ന ഒരു സംഭവം, ഒരു കുളത്തുണ്ട്, ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട്, ഹാങ്ങർ അല്ല, ലൈക്ക് ഒരു ചെറിയൊരു സ്റ്റീലിന്റെ ഒരു കുളത്ത് നമ്മുടെ ചുമരിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യെസ്, അതിനൊക്കെ ഹൂക്ക് എന്താ പറയാന്ന് എനിക്ക് അറിയില്ല. ലൈക്ക് നമ്മുടെ കർട്ടനൊക്കെ ഇങ്ങനെ അങ്ങോട്ടാക്കിയിട്ട് കെട്ടിയിട്ട് നമ്മളിങ്ങനെ തൂക്കണ ഒരു സാധനം എന്റെ വീട്ടിലൊക്കെ ഉണ്ട്. ഇങ്ങനെ ചെറിയൊരു വളവ്, ഇങ്ങനെ ഒരു സാധനം. ഓക്കെ, നമ്മുടെ അരിയാ കത്തിയൊക്കെ ഇല്ല, അതുപോലെ അരിവാൾ കത്തിയുടെ ഒക്കെ ഒരു ഷേപ്പ്. ഓക്കെ, അത് കുഞ്ഞിട്ടോ, കുഞ്ഞ്. അപ്പൊ ആ സാധനം ഇങ്ങനെ ചുമരില് അങ്ങ് മുതൽ ഇങ്ങ് വരെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടിക്ക് അവിടെ തൂക്കിയിടാലോ ബാഗ്. കുറച്ച് ഹൈറ്റിൽ അവർക്ക് എത്തുന്ന രീതിയിൽ തൂക്കിയിടാലോ. അത് ഭയങ്കര അവർക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി. അവരെല്ലാ ക്ലാസ്സിലും ആ ഒരു ഇത് കൊണ്ടുവന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ PTA മീറ്റിങ്ങിലൊക്കെ പറയാം. കാരണം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിലായിരിക്കും വെള്ളമൊക്കെ ആയിരിക്കും, ഈ കുട്ടികളെ വെള്ളമൊക്കെ മറിഞ്ഞ് ഒരുമാതിരി സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. കിറ്റ് വെച്ചതും എല്ലാം അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ വീഡിയോ കണ്ടിട്ടായിരുന്നു. അപ്പൊ അല്ലാണ്ട് എന്റെ ഈ ബുദ്ധിയിൽ അത്ര വലുതൊന്നും വരില്ല, നിങ്ങൾക്ക് അറിയാലോ.
അപ്പൊ എന്താ പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയില് നമുക്ക് എന്ത് ചെയ്യാം, പല ഐഡിയാസ് പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് വരുമ്പോ നല്ലതാണെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. എല്ലാം ഒന്നും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, റൈറ്റ്? ചിലതൊക്കെ മണ്ടത്തരമായിരിക്കും, അവർക്ക് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാകുന്ന അവര് അത് ഇഗ്നോർ ചെയ്യും. അത് അവര് പറയണം എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളത് കേട്ടാ. രക്ഷാകർത്താക്കളുടെ ക്രിയാത്മക അഭിപ്രായങ്ങൾ കണക്കിലെടുക്കണം പറഞ്ഞു. സംഘടന മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അതേപടി സ്വീകരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുക. സെയിം, അതായത് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പില്ലേ, ഈ ഒരു PTA സംഘടന, ഇതിനും വേണ്ടിയിട്ടുള്ള കുറെ ഇതൊക്കെ പറയും. ഇതിന് നമുക്ക് സ്പെഷ്യൽ ഒരു റൂം വേണം PTA മീറ്റിംഗ് നടത്താനായിട്ട്, ഇത് കൂടെ ഉണ്ടല്ലോ ഒക്കെയുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പല പല മീറ്റിംഗ്സ് കാര്യങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഇതാണ് PTA. അടുത്തയാണ് രക്ഷാകർതൃ ദിനം, പാരന്റ്സ് ഡേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയത്തില്ലേ നമ്മള്. ഓക്കെ, അല്ലെങ്കിൽ നമ്മള് പല രീതിയിൽ പറയും. നമ്മുടെ ഇപ്പൊ ജെന്നയുടെ സ്കൂളിലാണെങ്കിൽ ഫാമിലി മീറ്റ് എന്നാ പറയാ, അതിന് ഫാമിലി മീറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ പല ടൈപ്പ് ഓഫ് നെയിമിൽ ഇത് അറിയപ്പെടും. ഓക്കെ, ആണ്ടിൽ ഒരു പ്രാവശ്യം രക്ഷാകർതൃ ദിനം കൊണ്ടാടുക. നമ്മൾ അവിടെ മാസത്തിലായിരുന്നു, ഇത് കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ വിചാരിക്കും ജെന്നയുടെ സ്കൂളിലെല്ലാം കുറച്ച് കൂടുതലാണല്ലോ, ഫീസും കൂടുതലാണ് ഗൈസ്, 35 ലൈക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ഫെസിലിറ്റീസ്. അപ്പൊ ആണ്ടിൽ ഒരു പ്രാവശ്യം രക്ഷാകർതൃ ദിനം കൊണ്ടാടുക, വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യണം. കുട്ടികൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഒരു എക്സിബിഷനിലൂടെ പ്രദർശിപ്പിക്കുക. അതായത് ലൈക്ക് അവര് സ്കൂളിൽ നിന്ന് ചെയ്ത കുറെ വർക്ക്സ് അത് പാരന്റ്സ് കാണൂല അല്ലെ. സ്കൂളിൽ നിന്ന് ചെയ്യുന്ന കുറച്ച് വർക്ക്സ്, നല്ല ആർട്ട് വർക്ക്സ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള്, സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ കുറെ ഐറ്റംസ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ പോയിട്ടും ഉണ്ടാവും ഇങ്ങനെയുള്ള എക്സിബിഷൻ പോലെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ കുട്ടികൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അത് നമുക്കൊരു പാരന്റ്സിന് ഒരു പ്രൗഡ് മൊമെന്റാ അല്ലെ. അത് കാണാൻ എന്തായാലും അവർ വരും. കുട്ടികളുടെ ഇതൊക്കെ കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുക. കുട്ടികളുടെ കലാപരിപാടികൾ രക്ഷകർത്താക്കളുടെ സഹായ സഹകരണത്തോടെ നടപ്പിലാക്കുക. അടുത്ത് എന്ത് ചെയ്യണം? ഈ ആർട്സ് ഫെസ്റ്റ്, മറ്റേ ഫെസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരു പ്രാക്ടീസ്, അതിന്റെ ഒരുക്കങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, ഉണ്ടാവില്ലേ? അതിന് പാരന്റ്സിനെ കൂടെ ഇൻക്ലൂഡ് ആക്കുക. നിങ്ങളും ഡെയിലി വരണം, വൈകുന്നേരം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ പ്രാക്ടീസ് ആണ്, പാരന്റ്സ് വന്നാൽ നമുക്ക് ഹെൽപ്പ് ആയിരിക്കും. അങ്ങനെ അവരെയും കൂടി ഇതിലൊക്കെ ഇൻവോൾവ് ആക്കുക. മനസ്സിലായോ? മനസ്സിലായി. നെക്സ്റ്റ്, രക്ഷകർത്താക്കളുടെ പരിപാടികൾ പങ്കെടുപ്പിക്കുക. അത് നമുക്ക് ഉണ്ടാവുമല്ലോ, ഇപ്പൊ കസേരക്കളി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടേതായ ചെറിയ ചെറിയ കളികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അടുത്തയാണ് അധ്യാപകരുടെ ഭവന സന്ദർശനം. അടുത്ത മെത്തേഡ് എന്താണ്? അടുത്ത മെത്തേഡാണ് അധ്യാപകരുടെ ഭവന സന്ദർശനം. വരാറില്ലേ? ഒരു 3 മാസം? ഇല്ല, പ്രൈവറ്റ് സ്കൂളിൽ അങ്ങനെ വരില്ല. ഗവൺമെന്റ് സ്കൂളിൽ ഉണ്ട്, പ്രൈവറ്റ് സ്കൂളിൽ ഉണ്ടടാ. നമ്മുടെ ഇപ്പൊ നീ ജെന്നേടനെ പറഞ്ഞു ഇപ്പൊ മുഷിപ്പാവിക്കാറിയതില്ല. ഇപ്പൊ ജെന്നേടനാണെങ്കിൽ 3 മാസം കൂടുമ്പോ ടീച്ചേഴ്സ് 2 പേര് വരും. എന്നിട്ട് ചോദിക്കും വീട്ടിലെ അവസ്ഥ എന്തൊക്കെയാണ്, വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ, കുട്ടിയെ എത്ര മണിക്കാണ് പഠിക്കാൻ ഇരുത്തുന്നത്, പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഹോംവർക്ക് ഓവർലോഡ് ആവുന്നുണ്ടോ, ഇവിടുന്ന് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് കുട്ടി ഫേസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ വന്നിട്ട് A to Z അവിടുത്തെ ഒരു ലിസ്റ്റ് ഉണ്ടാവും ക്വസ്റ്റ്യൻസിന്റെ. അത് മൊത്തവും നമ്മളടുത്ത് ചോദിക്കും. ഓക്കെ, ടീച്ചേഴ്സിനെ കൊണ്ട് നിങ്ങൾക്ക് പരാതി ഉണ്ടോ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. ഓ മൈ ഗോഡ്, ഒരു മിനിറ്റ്, ഞാൻ ഒട്ടും ക്ലാസ്, അതുകൊണ്ട് ചാർജ് ഇല്ല, ടൈം ലേറ്റ് ആയി. ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെയുള്ള ഭവന സന്ദർശനം നടത്താറുണ്ട്. നമുക്ക് നോക്കാം. കുട്ടികളെ കൂടുതൽ അടുത്തറിയാനും അവരുടെ വീട്ടുകാര്യങ്ങൾ മനസ്സിലാക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നു. അപ്പൊ നിങ്ങളായിരിക്കും എന്തിനാ ഇപ്പൊ ഈ കുട്ടികളുടെ വീട്ടുകാര്യങ്ങൾ അറിഞ്ഞിട്ട് അല്ലെ, എന്തിനാ അറിയുന്നേ? പറഞ്ഞേ, എന്തിനായിരിക്കും? കുട്ടികളുടെ വീട്ടുകാരുടെ സ്വഭാവം, പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവില്ല. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. അതായത് ഈ കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥക്ക് കാരണത്തില് പ്രധാനപ്പെട്ട ഒന്നാണ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ പഠിച്ചതാ. ഓക്കെ, ഇതിലില്ല. ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ട്. അതിൽ താഴെ കുറെ കാര്യങ്ങൾ പറയുന്നത് വയലൻസ്. നമ്പർ 1 വയലൻസ് ആണ്. വയലൻസ് എന്ന് പറയുമ്പോ എന്താ ഭയങ്കര ബഹളം, വീട്ടിലുള്ള പ്രശ്നങ്ങള്, ഹസ്ബൻഡ് വൈഫ് പ്രശ്നം, പിന്നെ മറ്റൊന്ന്
അമ്മായിയമ്മ, നാത്തൂൻ പോര് കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കും അത് കുട്ടിയെ ബാധിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം. ബട്ട് ഇത് വലിയ രീതിയിൽ കുട്ടികളെ എഫക്ട് ചെയ്യുന്നുണ്ട്. കാര്യം പറയാനുണ്ട്. അവിടെ ഞാനിപ്പോ പോയ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ട്. ആ കുട്ടി ഇന്നിങ്ങനെ പറയുന്നുണ്ട്, ഞാനാണ് ഈ ക്ലാസ്സിലെ ബോസ്, ഞാൻ പറഞ്ഞ നിങ്ങൾ അനുസരിച്ച്. എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ എല്ലാരും ഓരോന്ന് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ടീച്ചറോട് ചോദിച്ചു, എന്താ പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോ ടീച്ചർ പറയാണ്, ആ ഒരു ദിവസം പറയാത്രേ അതിന്റെ അച്ഛന് കള്ളു കുടിച്ചു വന്നിട്ട് കുട്ടിയുടെ അമ്മേനെ ഒറ്റ കയറ്റലാണ് ചുമരുമേ, കഴുത്തിന് പിടിച്ച് ചുമരുമ കയറ്റിയിട്ട് എന്റെ അമ്മേനെ അടിക്കുന്നൊക്കെ ഈ കുട്ടി ടീച്ചറോട് പറഞ്ഞു തന്നെ. അപ്പൊ ആ കുട്ടി അതേപോലെ ക്ലാസ്സിൽ കുട്ടി അപ്പൊ ഞാൻ കുട്ടിയുടെ വീട്ടില് അങ്ങനെയാണ്, പാരന്റ്സ് ഒന്ന് ശ്രദ്ധിക്കാനിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. യെസ്, ഉറപ്പായിട്ടും ഫാമിലി എന്ന് പറയുന്നത് കുട്ടിയുടെ പഠനത്തിലെ ഒരു പകുതി ശതമാനത്തെയും ബാധിക്കുന്ന ഒരു സാധനമാണ്. ബാക്കി സ്കൂളിൽ നിന്ന് കിട്ടുന്നതും പല റീസൺസ് ഉണ്ട് കുട്ടികൾ പഠനത്തിൽ പിന്നോട്ട് വരാന്. സൊസൈറ്റി ഉണ്ട്, പലതും ഉണ്ട്. അതിൽ ഫാമിലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വയലൻസ്, അവിടെ അടി പിടി വയക്ക്. നിങ്ങൾ വരെയും കുട്ടികൾ ഇതൊന്നും കാണുന്നില്ലല്ലോ, അവര് റൂമിൽ ഇരുത്തിയേക്കുമല്ലേ. പക്ഷെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട്. മെന്റലി ആണെങ്കിലും മൊത്തത്തിൽ അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. സോ ഇത് അവരുടെ പഠനത്തിന് പിന്നോക്കാവസ്ഥ കാരണമാവും. മറ്റൊന്ന് പറയുന്നത് പല കാരണം ഫാമിലിയിൽ. മറ്റൊന്ന്, ഈ പാരന്റ്സിന് വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികളുണ്ടാവും, തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത പാരന്റ്സിന്റെ മക്കള്. അപ്പൊ നിങ്ങൾ പറയും അങ്ങനെയുള്ള കുട്ടികളൊക്കെ വലുതായിട്ട് വലിയ സംഭവം ആകുന്നുണ്ടല്ലോ, പത്രത്തിലൊക്കെ കാണാറോ അല്ലെ, ആദിവാസി കുട്ടി വലിയ സംഭവമായി അല്ലെ, അച്ഛനും അമ്മയും ഒന്നും പഠിച്ചില്ല പക്ഷെ വലിയ സംഭവമായി എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ വരാറില്ലേ? വരാറുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, അതുപോലെ പാരന്റ്സിന്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ കുട്ടിയുടെ പഠനത്തെ ബാധിക്കുന്നുണ്ട്. തീരെ കഴിവില്ലാത്ത പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നത് പാവപ്പെട്ടവരുടെ കുട്ടികൾ പഠിച്ച് വലിയ സംഭവമായിട്ട് ഡോക്ടറായി എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിലൊക്കെ കാണാലോ, വലിയ സംഭവമായിട്ട് കാണാലോ. എന്നാ ഞാൻ പറയട്ടെ, അങ്ങനെ അല്ലാതെ പഠിച്ചു വരുന്ന കുട്ടികൾ കുറെ ഡോക്ടേഴ്സ് ആകുന്നുണ്ട്, കുറെ വലിയ നിലയിലെത്തുന്നുണ്ട്. അതൊക്കെ പത്രത്തിൽ വരുന്നുണ്ടോ? ഇല്ല. എന്താണ് പത്രത്തിൽ വരിക? വളരെ റെയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പത്രത്തിൽ വരുള്ളൂ. ശരിയല്ലേ? യെസ്. അപ്പൊ ഇത് വളരെ റെയർ ആയ ഒരു കേസാണ്. അങ്ങനെ വരുന്നത് വളരെ കുറവാണ്, വിരളമായിട്ട് മാത്രമേ കാണാറുള്ളൂ ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ കുട്ടികൾ പഠിച്ച് വലിയ സെറ്റിൽഡ് ആവുക എന്നുള്ള കാര്യം. സോ ഇങ്ങനെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന കുറച്ച് വീഴ്ചകൾ കൊണ്ട്, വീഴ്ചകൾ അറിഞ്ഞുകൊണ്ടല്ല, ഇപ്പൊ ഈ രക്ഷിതാക്കള് പാവപ്പെട്ടവരാവുക എന്ന്. പക്ഷെ ഇപ്പോൾ പറയുന്നത് ജനിച്ചത് പാവപ്പെട്ടവരാണ്, മരിക്കുന്നത് ജനിക്കുമ്പോ പാവപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നമല്ല, പക്ഷെ മരിക്കുന്നത് പാവപ്പെട്ടവനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രം പ്രശ്നമാണെന്നാ പറയുന്നേ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതാ പാരന്റ്സ് മനസ്സിലാക്കി അവർ ആ ഒരു ഇത് ഉണ്ടാക്കാത്തത് കുട്ടികളുടെ പഠനത്തെയും പിന്നീട് അത് അവരുടെ ജീവിതത്തെയും ബാധിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് ഈ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, എക്കണോമിക് സ്റ്റാറ്റസ് എന്നാ പറയാ. ദെൻ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വയലൻസ് പ്രശ്നങ്ങള്. മറ്റൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നത്, അതൊക്കെ എന്റെ ബ്രെയിനിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇത് യൂസ്ഫുൾ ആവട്ടെ. ഞാൻ അതൊക്കെ അത്രയും സയന്റിഫിക് ആയിട്ട് പഠിച്ച് അതൊരു ഇതായിട്ട് പറയുമല്ല, അത് അറിയും. ഇപ്പൊ ഞാൻ എന്റെ തോന്നലിൽ പറയുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ലെവലിൽ അത് എടുക്കുള്ളൂ. ശരിയല്ലേ? അല്ല, അതിപ്പോ ഞാന് ഒരു സയന്റിഫിക് ആയിട്ട് പഠിച്ചിട്ടാണ് ഇത് പറയുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. അത് സത്യമാനൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ, ഞാൻ അത്രയും ഇതിനെ കുറിച്ച് പഠിച്ച ഒരാളാ. ഒരു കുട്ടിയെയും ഒരു കുട്ടിയുടെ പഠനത്തെയും ബേസ് ചെയ്ത് A to Z അരച്ച് കലക്കി കുടിച്ച ആളാ ഞാൻ. എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ബാക്കിയുണ്ടാവും, അത് ഞാൻ പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് കുട്ടിയെ ബാധിക്കും, വലിയ രീതിയിൽ ബാധിക്കും. അപ്പൊ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കേട്ടോ. എത്ര ഉണ്ട്? ഒരു 45 റീസൺസ് പറയുന്നുണ്ട് കുട്ടികൾ പഠനത്തിൽ പിന്നോക്കാവസ്ഥക്ക് നിൽക്കാനായിട്ട്. അതിൽ ഫാമിലിയുടെ മാത്രമാണ് ഇപ്പൊ 2-3 ഞാൻ പറഞ്ഞത്. പല ഭാഗത്തു നിന്നും കുട്ടികൾ പിന്നോക്കാവസ്ഥക്ക് കാരണമാകുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പൊ സമയമില്ല, നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ പറഞ്ഞുതരും. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ നോക്കുന്നത് പിന്നെന്താ, ഒരു പോയിന്റ് നോക്കാം. അതാ പറഞ്ഞത്, കുട്ടികളുടെ വീട്ടുകാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുവഴി നമുക്ക് സൊല്യൂഷൻ കാണാൻ പറ്റുമല്ലോ. നമുക്ക് പാരന്റ്സിനോട് സംസാരിക്കാം. കുട്ടിക്ക് സംസാരിക്കാൻ പറ്റുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കുട്ടിയെ ബാധിക്കുന്നൊക്കെ ഉള്ള കാര്യം. ഓക്കെ, കുട്ടികളിലെ കൂടുതൽ അറിയാൻ കഴിയുന്നത് കൊണ്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ എളുപ്പം പരിഹരിക്കാൻ സാധിക്കുന്നു. അതാ ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രോബ്ലം സൊല്യൂഷൻസ് ഈസി ആയിട്ട് നടക്കും. മനസ്സിലായില്ലേ?
അടുത്തത്, പാവപ്പെട്ട വീട്ടമ്മമാർ ഇത്തരം അധ്യാപകരുടെ അവരുടെ മാർഗനിർദ്ദേശി അല്ലെ, ഓക്കെ, മാർഗനിർദ്ദേശി, സഹായി, സുഹൃത്ത് എന്നീ നിലകളിൽ അംഗീകരിക്കുമ്പോൾ ബോധനോദ്ദേശങ്ങൾ വളരെ പെട്ടെന്ന് സാധിക്കുന്നു. അതായത് ഈ പാരന്റുമായിട്ട് നമ്മൾ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും അല്ലെ, കുറെ വിഷമങ്ങൾ ഇപ്പൊ ഈ ടീച്ചർ പറഞ്ഞല്ലോ, ഇപ്പൊ കള്ളു കുടിച്ചതാക്കും, ഇപ്പൊ ഈ ടീച്ചർ പോയിട്ട് ഈ പാരന്റിന്റെ അടുത്തിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ പാരന്റ് കരയുമായിരിക്കും ചെയ്യുക, ഇതാണ് മിസ് എന്റെ അവസ്ഥ, ആരോടും പറയരുത്. അപ്പൊ ആ ഒരു പാരന്റും ആ ഒരു ടീച്ചറും തമ്മിൽ എന്താ ഉണ്ടാവുക, നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും. അവര് ഭയങ്കര ഒരു ഫ്രണ്ട് ആവും അല്ലെ, എല്ലാം തുറന്നു. കാരണം ഈ ടീച്ചർ അറിഞ്ഞു കഴിഞ്ഞു ആ വീട്ടിലെ അവസ്ഥ ഇതാന്നുള്ളത്. അങ്ങനെയുള്ളവരുടെ പിന്നെ നമ്മളെല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കും, ശരിയല്ലേ? നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയും, കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായി അവിടെ ഇവര് എവിടെ മാർഗ നിർദ്ദേശി, ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലെ. ഈ ടീച്ചർ പോയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്ക്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. മറ്റൊന്ന് സഹായിയായി, കൂടെ ഇതുവരെ അവർക്കൊരു കൈത്താങ് ഉണ്ടാവില്ല, ഇത് ആരോടും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും, അതൊക്കെ ആയി. പിന്നെ സുഹൃത്തായി എന്നീ നിലയിൽ അംഗീകരിക്കുമ്പോൾ അവർ ആ രീതിയിൽ അവരെ കാണുമ്പോൾ നമ്മുടെ ബോധനുദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് കുറെ കാര്യങ്ങൾ വർക്ക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? കുട്ടി പഠിക്കണം. അതൊക്കെ പെട്ടെന്ന് നമുക്ക് നടത്തി കിട്ടും, സാധിച്ചു കിട്ടും. അതായത് ഈ പാരന്റായിട്ട് ക്ലോസ് ആകുമ്പോൾ ഈ പാരന്റിന് എന്തൊരു ഇഷ്ടം വരും അല്ലെ, ഈ ടീച്ചർ ചെയ്യുന്ന കൊടുക്കുന്ന ഏത് വർക്കും ഏറ്റവും ഫസ്റ്റ് ചെയ്യണം എന്ന് തോന്നും. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഇടയിലുള്ളവരിൽ തന്നെ പലരും എന്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഓക്കെ, ആസ് എ ലിസണർ എന്നുള്ള രീതിയിൽ ഞാനും കുറെ കേട്ടു കൊടുക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് വരുമ്പോ ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു CV പ്രിപ്പറേഷൻ വർക്ക് തരുവാന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് വീക്ക് തന്നെ അത് അയക്കാൻ വേണ്ടി ആര് നോക്കും? ഈ ബോണ്ടിങ് ഉള്ള സ്റ്റുഡന്റ് നോക്കൂലേ? പറ. ഉറപ്പായിട്ട് നോക്കൂ. കാരണം എന്റെ പ്രിയപ്പെട്ട മിസ്സാണ്, ആ മിസ്സിന് അങ്ങനെ ഒരു നെഗറ്റീവ് വരരുത് എന്നെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു വിഷമം വരരുത്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ക്ലിയർ അല്ലേ? വെരി ഗുഡ്. അടുത്തതാണ് സ്കൂൾ പരിപാടികൾക്ക് എത്ര സമയം വേണം അല്ലെ, ഇന്നലെ നമുക്കിത് കവർ ചെയ്യാൻ വേണ്ടി പറ്റിയാൽ രക്ഷപ്പെട്ടു. സ്കൂൾ പരിപാടികൾക്ക് രക്ഷാകർത്താക്കളെ ക്ഷണിക്കുന്നു. ഇത് നോർമലി നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യ ദിനം, ശിശുദിനം, ഗാന്ധി ജയന്തി എന്നീ പരിപാടികൾ നടത്തുമ്പോൾ കുട്ടികളുടെ രക്ഷാകർത്താക്കളെ ക്ഷണിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നോർമലി എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. എല്ലാ പാരന്റ്സിനെയും ഒക്കെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു വോയിസ് മെസ്സേജോ അങ്ങനെയൊന്നും അല്ലാണ്ട് ജസ്റ്റ് ഒരു ഇൻവിറ്റേഷൻ കാർഡൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അത് അവരെ പരിഗണിക്കുന്നതിന് തുല്യമാണ്. സ്കൂൾ നടത്തുന്ന ഏതെങ്കിലും പ്രത്യേക പരിപാടി, അതായത് ഡാൻസ്, ഡ്രാമ നടത്തുമ്പോൾ, വാർഷികാഘോഷം നടത്തുമ്പോഴും അവരെ ക്ഷണിക്കണം. ഇത് മൊത്തം ആ രീതിയിലുള്ള കാര്യം പറഞ്ഞത്, നോർമൽ വായിച്ചു പോകാനേ ഉള്ളൂ. അടുത്തതാണ് മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി കുട്ടികളുടെ രക്ഷാകർത്താക്കളിൽപ്പെട്ട ഹെൽത്ത് സർവീസിലുള്ളവരെ ക്ഷണിച്ചാൽ അത് അവർക്കുള്ള അംഗീകാരവും സ്കൂൾ സമൂഹ ബന്ധം ദൃഢമാക്കാനും കഴിയും. അതായത് ഇപ്പൊ ഒന്ന് നസീറ പൊന്നെ ഒന്ന് മ്യൂട്ട് ചെയ്തേടാ, അവിടുന്ന് വോയിസ് വരുന്നത്. നസീറ BP. ഓക്കെ, അപ്പോ മ്യൂട്ട് ചെയ്തില്ലല്ലോ. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ തന്നെ ഞാനൊരു ഇങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലായല്ലോ, അന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടു. അപ്പൊ ഞാനൊരു പാരന്റിങ് ക്ലാസ് ഒക്കെ കൊടുക്കുന്ന ഒരാളാ. ഓക്കെ, മുന്നേ ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ പാരന്റിങ് സെഷൻസ് അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ളത്, മോട്ടിവേഷണൽ. നിങ്ങൾക്ക് അറിയാം, ഞാൻ ഈ NS തന്നെ വന്നത് മോട്ടിവേഷൻ സ്പീക്കർ ലൈക്ക് അങ്ങനെ വന്ന ഒരാളായിരുന്നു. പിന്നെയായിരുന്നു ഇവിടെ ഫാക്കൾട്ടി. ആ ടീം, ആ ഒരു ബാച്ചുകാര് വാശി പിടിച്ച് കാല് പിടിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ആയത്. ഞാൻ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നിടന്ന് അവിടുന്ന് റിസൈൻ ചെയ്ത് ഇങ്ങോട്ട് ജോയിൻ ചെയ്തതാ കേട്ടോ. ഓക്കെ, അങ്ങനെ വിളിച്ചു. ഒരു PPTDC ബാച്ച് ആയിരുന്നു, ഭയങ്കര കാല് പിടിച്ച് കൊണ്ടുവന്നായിരുന്നു. എന്തായാലും കൊള്ളാം. അപ്പൊ പറഞ്ഞത് ഇപ്പൊ ഈ രീതിയിൽ ഞാൻ ക്ലാസ്സസ് ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവരെടുത്ത് പറഞ്ഞ ശേഷം ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത്, നമ്മൾ എല്ലാ വർഷവും ഒരു പാരന്റിങ് സെഷൻ കൊടുക്കാറുണ്ട് നമ്മുടെ പാരന്റ്സിന്, നിങ്ങൾ വന്നൊന്ന് കൊടുക്കുവോ, ഒന്ന് കൈകാര്യം ചെയ്യോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. പേയ്മെന്റ് തരാം. ഓക്കെ, അങ്ങനെ പേയ്മെന്റ് ഉണ്ടാവുമല്ലോ ഓരോ സെഷന്. അപ്പൊ പക്ഷെ ഞാൻ ഭയങ്കര ബിസി ഉള്ള സമയമാണ്, നമ്മുടെ ഓൺലൈൻ ട്രെയിനിങ്ങും കാര്യങ്ങളും അതിന്റെ ഒരു ബഹളമായിരുന്നു. ഞാൻ പറയാം കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ട് ഞാനില്ല, പിന്നെ ഒരു വർഷം ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്ന് സ്കിപ്പ് ആവുക ചെയ്തേ. പക്ഷെ അവരവിടെ ചെയ്തത് എന്താ, എന്നെ അംഗീകരിക്കുക ചെയ്തേ അല്ലെ. ശരിയല്ലേ? നമ്മുടെ പാരന്റ്സിന്റെ ഇടയിൽ തന്നെ അതിന് കാലിബർ ആയിട്ടുള്ള ഒരാൾ ഉണ്ടെന്ന് കാണുമ്പോൾ അവർ ഇതിന് വേണ്ടിയിട്ട്
സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇതിൽ പറഞ്ഞ മെഡിക്കൽ ഫീൽഡ്, ഇപ്പൊ കുട്ടികളുടെ രക്തപരിശോധന ലൈക്ക് ഓപ്പോസിറ്റ് ആണോ, അങ്ങനെ നമ്മൾ നോക്കില്ല, ഓപ്പോസിറ്റീവ് ആണോ ബി പോസിറ്റീവ് ആണോ നോക്കാറില്ലേ, ഏത് ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഇവരെ മെഡിക്കൽ ഫീൽഡിലുള്ള അല്ലെങ്കിൽ ക്ലിനിക്കിലുള്ള ആൾക്കാരൊക്കെ എടുത്തുന്ന് വിചാരിക്കാം, ഈ പാരന്റ്സിന് തന്നെ എടുത്തുന്ന് വിചാരിക്കാം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു, സ്കൂളിന് എന്തെങ്കിലും ഒരു എമർജൻസി മെഡിക്കലി ആവശ്യം വന്നാല് എന്ത് വില കൊടുത്തിട്ടും ഈ പാരന്റ് ഓടി എത്തണ്ടേ? പറയൂ, എങ്ങനെ ഉണ്ട്? മനസ്സിലായില്ലേ? നെയ്യപ്പം ചുട്ടാൽ തിന്നാൽ രണ്ടുണ്ട് കാര്യം. ഓക്കെ, അതാണ് ഇവിടെ. അതായത് ഇപ്പൊ നമുക്ക് രണ്ട് ബെനിഫിറ്റ് ആയി. ഒന്നെന്താ, പാരന്റ്സിനെ ഇങ്ങോട്ടേക്ക് നമ്മൾ കണക്ഷൻ കൊണ്ടുവന്നു, പിന്നെ നമുക്കൊരു ആവശ്യത്തിന് ഉപകരിച്ചു. അപ്പൊ ഇതിന് എന്നുള്ള രീതി മാത്രമല്ല, അവര് നമ്മൾ അംഗീകരിച്ചു എന്ന ഒരു ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്കും ഹെൽപ്ഫുൾ ആ, അവർക്കും നല്ല ഒരു കിട്ടല. മാത്രമേ ഈ കുട്ടിക്കാണെങ്കിൽ ഭയങ്കര അഭിമാനമായിരിക്കില്ല, എന്റെ അമ്മയാണ് അല്ലെങ്കിൽ എന്റെ ഉമ്മയാണ് ക്ലാസ് എടുക്കുന്നതെന്നൊക്കെ പറയുമ്പോ, അല്ലെ? അങ്ങനെ ഇപ്പൊ തന്നെ എന്റെ അനിയത്തിന്റെ അടുത്ത് എന്നെ വിളിച്ചിട്ടായിരുന്നു ഒരു സെഷൻ കൊടുക്കാൻ, LD-യുടെ, അത് പ്ലസ് വൺ പഠിക്കുന്ന എന്റെ അനിയത്തിന്റെ സ്കൂളിൽ LD ക്ലാസ് തരാൻ വേണ്ടിട്ട് വരുമെന്ന് ചോദിച്ചപ്പോ ശരിക്കും ഓക്കും പ്രൗഡാണ്, എനിക്കും പ്രൗഡാണ്, അല്ലെ? അപ്പൊ ആ രീതിയിലേക്ക് അത് മാറും. പിന്നെ എന്തിതുണ്ടെങ്കിൽ ഞാൻ പോണം, അല്ലെങ്കിൽ അതെനിക്ക് ഇതൊരു റെസ്പോൺസിബിലിറ്റി കൂടി ആവുകയാണെന്ന് മനസ്സിലാക്കുക. അടുത്തത്, കുട്ടികളുമായി വിനോദയാത്രയ്ക്കും മറ്റു പോകുമ്പോൾ താല്പര്യമുള്ള രക്ഷാകർത്താക്കളെ കൂടെ കൊണ്ടുപോകുന്നത് സുരക്ഷിതവും അവർക്കുള്ള അംഗീകാരവുമാണ്. ഇതൊക്കെ പ്രീ സ്കൂളിൽ പൊതുവെ നടത്താറുണ്ട്. പ്രീ സ്കൂളിൽ എന്തെങ്കിലും ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് പാരന്റ്സ് കൂടെ, അത് നമ്മുടെ തലവേദന കുറഞ്ഞു കിട്ടും. നമുക്ക് ഒന്നിനെ തന്നെ പോറ്റാൻ ബുദ്ധിമുട്ടാ, അല്ലെ? ഈ പ്രായത്തിലൊക്കെ ഉള്ള ഒന്നിനെ തന്നെ ഒരു ടൂറിന് ഒരു പാർക്കിലോ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ വട്ടം കറക്കും. 25 കൊണ്ട് എങ്ങനെ പോവും, അല്ലെ? അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ പാരന്റ്സിനെ കൂടെ കൂട്ടാന്നുള്ളതാ. നമുക്കൊരു ഹെൽപ്പായി. മറ്റത് ഇതുവരെ പുറത്തൊന്നും പോവാത്ത പാരന്റ്സിലായിരിക്കും കുറെ കാലത്തിന് ശേഷം പുറത്തിറങ്ങുന്ന പാരന്റ്സ്, അവർക്ക് അതൊരു ഒരു എന്താ പറയാ എന്റർടൈൻമെന്റ് ആയി, ഒരു യൂസ്ഫുൾ ആയി. ഓക്കെ, അടുത്തത്, രക്ഷാകർത്താക്കൾ, സംഘടികൾ, വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയവരുടെ സഹായത്തോടെ നടത്തുന്ന ഡെമോൺസ്ട്രേഷനും ലെക്ചർ ക്ലാസ്സുകളും വളരെ പ്രധാനമാണ്. ആനുകാലിക പ്രധാനമുള്ളവയായിരിക്കണം വിഷയം. അതുപോലെ തന്നെ സമൂഹത്തിലെ ആളുകൾക്ക് അത്യാവശ്യമുള്ള വിഷയങ്ങളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. വിദഗ്ധ രക്ഷാകർത്താക്കളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആദ്യം അവർക്ക് തന്നെ വേണം മുൻഗണന കൊടുക്കാൻ. ഈ പാരന്റ്സിന് എന്ത് ചെയ്യാം, നല്ല നല്ല രീതിയിലുള്ള ഡെമോൺസ്ട്രേഷൻ, ഒരു ഡെമോ ക്ലാസ്സുകളൊക്കെ കൊടുക്കുക. ലൈക്ക് എന്തിനെ കുറിച്ചെങ്കിലും നമ്മള് പ്രസന്റേഷൻ, ഇപ്പൊ നിലവിൽ എന്താണോ ചർച്ച ചെയ്യുമ്പോൾ കുട്ടികളുടെ മയക്കുമരുന്ന് ഉപയോഗം, അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ എന്താണോ നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, അതിനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് കൊടുക്കുക. അതൊക്കെ വരുമ്പോ അവർ നമ്മളൊരു ബോണ്ടിങ് വരും. ഇനി അതും എടുക്കാൻ പറ്റിയ കാലിബർ ആയിട്ടുള്ള പാരന്റ്സ് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെങ്കിൽ അതും പരിഗണിക്കാം. അപ്പൊ രണ്ട് കാര്യം നടന്നു, അല്ലെ? ഒന്ന് ക്ലാസ് കൊടുക്കുക എന്നുള്ളൊരു കാര്യം, മറ്റൊന്ന് ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാളെ അംഗീകരിച്ചു എന്നൊരു ലെവലിലേക്കും അത് വരും. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനിയാണ് നമ്മൾ നോക്കുന്നത്, ലാസ്റ്റ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. രക്ഷാകർത്താക്കളും ക്ലാസ് ടീച്ചറും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ, അതായത് പാരന്റ്സും ടീച്ചറും ക്ലാസ് ടീച്ചറും തമ്മിലുള്ള, ഇതെന്താണ് ഞാൻ പണിയെടുക്കണൊക്കെ പോലെ ഇങ്ങനെയൊക്കെ കുത്തിയിരിക്കും, കംഫർട്ടബിൾ കണ്ടില്ലേ, കംഫർട്ട് സോൺ. ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, രക്ഷാകർത്താക്കളും ക്ലാസ് ടീച്ചറും തമ്മിലുള്ള ബന്ധം, അതായത് നിങ്ങൾ ഇപ്പൊ ആരെയിപ്പോ റിഫാനെ ഒരിക്കൽ വിളിച്ചു, ഒക്കെ റാഷിദ അവിടുത്തെ ക്ലാസ് ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് ടീച്ചറും മറ്റു കുട്ടികളുടെ പാരന്റ്സും തമ്മിൽ, മറ്റു ടീച്ചേഴ്സ് തമ്മിലുള്ളതിനേക്കാൾ ഒരു ബോണ്ടിങ് നിർബന്ധമാണ്. അതിൽ മറ്റു ടീച്ചേഴ്സ് അതിനേക്കാൾ വേറെ ലെവലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് കേടാണത്. മനസ്സിലായില്ലേ? ഇപ്പൊ റാഷിദാക്കാണ് LKG A തന്നിരിക്കുന്നത്, ഓക്കെ. പക്ഷെ റാഷിദാനെക്കാളും അവിടുത്തെ പാരന്റ്സിന് ഇഷ്ടം മറ്റു ടീച്ചേഴ്സിനെ ആണെന്നുണ്ടെങ്കിൽ അത് ആരുടെ കുറവാ? ഉറപ്പായിട്ടും റാഷിദയുടെ കുറവാണ്. മനസ്സിലായില്ലേ? മറ്റു ടീച്ചേഴ്സിനെക്കാളും എപ്പോഴും ഒരു പടി മേലെ വേണ്ടത് ആരാ? പാരന്റ്സിന് ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ആ മിസ് ക്ലാസ് ടീച്ചർ ആയാൽ മതിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്ന് ചിന്തിച്ചോക്കെ, നമ്മളൊരു വിഷമം ആലോചിച്ചോക്കെ, അല്ലെ? ഈ ഇതിൽ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ടിപ്സ് പറഞ്ഞു തരട്ടെ, ഇതായാലും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവാം. ഓക്കെ, കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഫൈൻ. അപ്പൊ എന്താണ് ആദ്യം തന്നെ വേണ്ട കാര്യം, ഒരു കാരണവശാലും നിങ്ങള് കുട്ടികളെ വഴക്ക് പറയാനോ ഷൗട്ട് ചെയ്യാനോ അടിക്കാനോ പാടില്ല. നിങ്ങൾ എന്തെങ്കിലും അടിക്കാൻ ഇങ്ങനെ കൈ ഓങ്ങി പോകുമ്പോ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത് ഇത് മൂന്നാമതൊരാൾ അറിയുന്നുണ്ട് എന്നുള്ള കാര്യമാണ്.
ഈ കുഞ്ഞു മക്കളുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് തൊട്ടാ വീട്ടിൽ പോയിട്ട് പറയുന്ന അടിച്ച് കൊന്ന് എന്താ പറയാ ചവിട്ടി ഉരുട്ടി എന്നൊക്കെ അവിടെ പോയി പറയും. ശരിയല്ലേ? ഉറപ്പായിട്ട് അങ്ങനെ പറയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, മാക്സിമം നിങ്ങളുടെ ലെവലിന്റെ മാക്സിമം കുട്ടികളെ അടിക്കാതെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നോക്കണം. അപ്പൊ ഈ പ്രായത്തിലെ കുട്ടികൾക്ക് ഭയങ്കര കുരുത്തക്കേടായിരിക്കും, അനുസരണക്കേടായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ അതിലൊക്കെ പ്രാക്ടീസ്ഡ് ആവണം. നിങ്ങളുടെ മക്കളിൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് അക്സെപ്റ്റിംഗ് ആയിട്ട് കുറെ ലാംഗ്വേജ് ഉണ്ട്. മീൻസ് നല്ല രീതിയിൽ പൊന്നാണ്, മുത്താണ്, വാവയാണ്, മിസ്സിന്റെ ചാക്കരകൾ എവിടെ, മിസ്സിന്റെ പഞ്ചാരകൾ എവിടെ എന്നൊക്കെ പറയാ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുട്ടികളുടെ മീൻസ് ഹാൻഡ് റൈറ്റിംഗ് നീറ്റ് അല്ല ഒരു കുട്ടിയുടെ. അപ്പൊ നിങ്ങൾ എന്താ പറയാ, മോനെ നല്ല വൃത്തിയിൽ എഴുതണേ, ഒരു രസമില്ല, ഓനെ നോക്കിയിട്ട് നല്ല വൃത്തിയിൽ എഴുതിയെന്നായിരിക്കും ഒരു നോർമൽ ടീച്ചർ പറയാ. അല്ലേ? പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതൊക്കെ ടീച്ചേഴ്സിന്റെ ചെറിയ ബുദ്ധിയൊക്കെ അവിടെ യൂസ് ചെയ്യാ. നോക്കുക, ഹനാന്റെ നോട്ട് നോക്കി എന്ത് നീറ്റായിട്ട് എഴുതിയിരിക്കുന്നത്, സൂപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഇനി ഇങ്ങനെയും കൂടി ആക്കിയാൽ അടിപൊളിയാവും. മിസ് കാണിച്ചു തരേ. ഇതുപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും സൂപ്പർ ഹനാന്റേതായിരിക്കും. നമുക്ക് നോക്കാലോ. ഹനാൻ എഴുതിയേ വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊക്കെ തട്ടിപ്പൊക്കെ നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, എന്താണോ കുട്ടിയിൽ നിന്ന് നമുക്ക് വേണ്ടത് അത് കുട്ടിയാണ് എന്ന് പറയണം. ഇത് ഭയങ്കര ട്രിക്കാ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആന്ന് വെച്ചാ ഇതിന് അത്രയും യൂസ്ഫുൾ ആയിട്ട് വേറൊരു ടിപ്പ് ഇല്ല. ഓക്കെ, അപ്പൊ ആ കുട്ടി ഇനി അത്രയും ഒരിക്കൽ മിസ് പറഞ്ഞു, ഇനി ആ കുട്ടി എന്ത് എഴുതിയാലും മിസ്സിന് കാണിച്ചു. മിസ് ഇപ്പൊ എങ്ങനെയുണ്ട്? അവര് വാ സൂപ്പർ അടിപൊളി, കുറച്ചും കൂടി ഇത്രയും കൂടി ആക്കി അയവ പൊളിച്ചു. അപ്പൊ ആ ലെവലിലേക്ക് കുട്ടീനെ അത് ഓന്റെ ഒരു കുറവായിട്ട് കാണാണ്ട് ഇപ്പൊ ഈ കുട്ടികൾക്ക് അനുസരണക്കേട് കാണിക്കുന്നു, കുരുത്തക്കേട്, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ പേരുകളാ. ആ കുട്ടി ഒരു തവണയെ കുരുത്തക്കേട് കാണിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ പറയാ കുരുത്തക്കേട് തുടങ്ങി, ഇതൊരു കുരുത്തക്കേടാണ്. കുട്ടിക്ക് മനസ്സിലായി, ഇതാണ് കുരുത്തക്കേട്, ഇങ്ങനെ ചെയ്താലാണ് അത് എനക്കുണ്ട് എന്നാണ് മിസ് പറയുന്നത്. പിന്നെ അങ്ങോട്ട് അത് കാണിച്ചേക്കാം. അല്ലെ? അത് അങ്ങനെയാണ് ഓരോ കുട്ടികൾ ഓരോ ഹാബിറ്റ്സും വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കുട്ടികള് ഇപ്പൊ നല്ല അനുസരണയുള്ള കുട്ടിയാണ്. എന്താ ഷംന? ഓക്കെ, മാം, എന്റെ മകന് നല്ല കാർട്ടൂണ് നല്ല കാണുന്ന ആളാണ്. ആ സ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കുക? കൂടുതലായിട്ട് കാണുക. ഫോണിലാണോ? ഫോണിലല്ല, ടിവിയിലാണ്. ടിവിയിലാണ്. അതിപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ മെയിൻലി ഇപ്പൊ ഭയങ്കര അഡിക്ഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ ബ്രേക്കർ ഉണ്ടാവൂലേ? ബ്രേക്കർ ഉണ്ടോ? കുറച്ച് ദിവസം കുറച്ച് മൊത്തത്തിൽ കളയരുത്. ഈ കുട്ടിയുടെ ടൈം ഒന്ന് കുറച്ച് കൊണ്ടുവരണം. ആദ്യം ടൈം കുറക്കാനായിട്ട് കുറച്ച് സമയം ഓഫ് ആക്കി പറയാം, കറണ്ട് ഇല്ല എന്ന് പറയണം. ഓക്കെ, കുറച്ച് സമയം നിങ്ങൾ ചൂടൊക്കെ എടുക്കേണ്ടി വരും. ഫാനൊക്കെ ഓഫ് ആയിട്ട് കുറച്ചിരിക്കണം കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ. പിന്നെ ചെയ്യേണ്ട കാര്യം, കുട്ടിയുടെ കൂടെ ഒരു 2 weeks ഓർക്ക് കാർട്ടൂൺ കാണണം എന്ന് തോന്നുമ്പോ വാ നമുക്ക് കളിക്കാം, ഉമ്മ കൂടെ ഇരുന്ന് കളിക്കണം. ഓക്കെ, 2 weeks കണ്ടിന്യൂസ് ആയിട്ട് കുട്ടിയുടെ കൂടെ ഇരുന്ന് കളിക്കുക. പിന്നെ ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് അതിനോടുള്ള കണക്ഷൻ ഒക്കെ പോവും. ഓക്കെ, മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരും. പെട്ടെന്ന് തട്ടിപ്പറിക്കുമ്പോണ്ടല്ലോ അതിനോട് അട്രാക്ഷൻ കൂടുക ചെയ്യാം. മതി 24 മണിക്കൂർ ഇത് തന്നെ ഫുൾ ടൈം മെയിൽ തന്നെ എന്ന് പറയുമ്പോ കുട്ടി അവിടെ ഓക്കെ ആക്കി. കുട്ടി ചിലപ്പോ അരമണിക്കൂർ കണ്ടതിന് കുട്ടി 24 മണിക്കൂർ ആക്കും. ഉമ്മ ഏതായാലും അങ്ങനെ പറഞ്ഞല്ലോ, ആ സ്ഥിതിക്ക് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ നമ്മളാണ് ഓരോ ശീലങ്ങൾ കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്നത്. ഇപ്പൊ ഈ വിക്കൊക്കെ പോലുള്ള കാര്യം കുഞ്ഞു മക്കൾക്ക് നോർമലി ഉണ്ടാവും. ഒരു ഏജില് ചെറിയൊരു വിക്ക് പോലെ സ്റ്റാർട്ടിങ്ങില് ഒരു എന്നൊക്കെ പറയും. ഒരു ഏജിൽ ഒരു നോർമലാ. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? എന്റെ മോനിക്ക് വിക്കുണ്ടെന്നോ എല്ലാവരോടും പറഞ്ഞു, ഇവര് നോക്കിയാ ഇവൻ വിക്കുണ്ട്, സംസാരിച്ചേ, കാണിച്ചു കൊടുത്തേ. അപ്പൊ കുട്ടി വിക്ക് പോലെ സംസാരിക്കും. പിന്നെ ഈ കുട്ടിക്ക് മനസ്സിലായി എനിക്ക് വിക്കുണ്ട്. പിന്നെ ആ കുട്ടി അങ്ങനെ സംസാരിക്കും. കുട്ടി റെഡി ആവേണ്ട സമയത്തും ആ കുട്ടി റെഡി ആവില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിക്കുക ആ കുട്ടിയിലേക്ക്. മനസ്സിലായില്ലേ? കുരുത്തക്കേട് ഇൻട്രസ്റ്റേ ഇല്ല കളിക്കാനൊന്നും. ഇപ്പൊ ടിവി നോക്കാനും ഫോണില് ഗെയിം കളിക്കാനും ഇഷ്ടം. അവര് അതായത് ആവശ്യമായ സമയത്ത് ഉമ്മാനെ കിട്ടിയില്ല. ഇനി അവനെ എങ്ങനെയെങ്കിലും അതിന്ന് ആദ്യം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വേണം. ഫോണാന്നുണ്ടെങ്കിൽ മാക്സിമം കൺവെട്ടത്ത് വെക്കാണ്ട് നിങ്ങൾ തന്നെ എവിടെയുള്ള കണ്ടുപിടിക്ക്, ഉമ്മയും കുറെ സമയമായിട്ട് നോക്കുകയാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യും ഉമ്മാനെന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ ഈ മക്കളെ പറയും, പക്ഷെ നിങ്ങൾ നല്ലോണം യൂസ് ചെയ്യുന്നതാണ് കുട്ടി ഉറപ്പായിട്ട് എടുക്കും. മാക്സിമം നിങ്ങൾ മാറ്റി വെക്കുക. പിന്നെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് സ്ക്രീൻ ടൈം. പിന്നെ ലാസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു ലെവലിലേക്ക് എത്തിയെന്നാണോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? കുട്ടിയെടുത്ത് ചോദിക്കുക എത്ര മിനിറ്റ് കളിക്കും? ഒരു 10 മിനിറ്റ്. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് തന്നിരിക്കണം. ഓക്കെ, അതിന് കുട്ടി കരഞ്ഞുന്നിരിക്കട്ടെ, ബഹളം വെച്ചെന്നിരിക്കട്ടെ, നിലത്ത് കിടന്ന് ഉരുട്ടുന്നിരിക്കട്ടെ, നിങ്ങൾ 10 മിനിറ്റ് ആവുമ്പോൾ വാങ്ങിയിരിക്കണം. ഓക്കെ,
ഓക്കെ, ഇതൊരു കുറച്ച് ദിവസം കണ്ടിന്യൂ ആകുമ്പോ കുട്ടിക്ക് മനസ്സിലാവും ഇത്ര സമയം എന്ന് പറഞ്ഞാൽ ഇത്ര സമയം തരുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? ഇതൊക്കെ അങ്ങനെയുള്ള കുറെ ടെക്നിക്സിലൂടെ മാത്രമേ ഇത് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റൂ. പക്ഷെ എന്റെ പേഴ്സണൽ അഭിപ്രായം തീരെ കുട്ടികൾ കൊടുക്കാതിരിക്കരുത് ഫോണൊന്നും. കുറച്ചൊക്കെ ഒന്ന് കൊടുക്കുന്നത് നല്ലതാ. ഓക്കെ, എന്റെ മാത്രം അഭിപ്രായം. ഇനി ഇത് വലിയ തെറ്റായിട്ടൊന്നും ആരും പറയരുത്. ഓക്കെ, ശരി. അപ്പൊ പിന്നെ ഇനി അടുത്ത ടെക്നിക്ക് വേണ്ടേ? ഇത് മനസ്സിലായല്ലോ. കുട്ടികളെ അടിക്കരുത്, ശകാരിക്കരുത്, പിന്നെന്താ മാക്സിമം നമുക്ക് എന്താണോ വേണ്ടത്, അവനിൽ എന്താണ് വേണ്ടത് ആ കുട്ടി അങ്ങനെയാണെന്ന് പറയാ. ഏറ്റവും ഈ ക്ലാസ്സിൽ അനുസരണയുള്ള കുട്ടി ആരാന്നറിയോ? സിയ കുട്ടിയാണ്. സിയക്കാർക്ക് ഏറ്റവും അനുസരണ ഇല്ലാത്തത് അല്ലേ സിയോ? യെസ്, സിയനെ കണ്ടിട്ട് എല്ലാരും പഠിക്കണം കേട്ടാ. എല്ലാരും നല്ല മക്കളാ. ഏറ്റവും ബെസ്റ്റ് സിയ എന്നൊക്കെ പറഞ്ഞ പിന്നെ സിയ മാക്സിമം മെയ്സിനെ കാണിക്കാൻ നോക്കും ഞാനിത് അനുസരിച്ചു എന്ന കാര്യം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ കുട്ടികൾ മാറ്റം വരുത്തേണ്ടത്. അല്ലാണ്ട് അവർ എത്രത്തോളം നമ്മൾ ക്രോസ് ചെയ്യുന്നോ അത്രത്തോളം അവർ ബെടക്കായിട്ട് വരിക ചെയ്യാം. മനസ്സിലായില്ലേ? നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാട്ടോ. നിങ്ങളുടെ വീട്ടിലെ മക്കളുടെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. ഒരിക്കലും ഞാൻ നെഗറ്റീവ് ചെയ്തിട്ടുണ്ട് മാം. എങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ. വാ തൊട്ടടുത്തുള്ള വീട്ടിലത്തെ താത്ത എപ്പോഴും കുട്ടിക്ക് വാശിയാണ് വാശിയാണ് എന്ന് പറയും. 2.5 വയസ്സായ മോനാണ്. അപ്പൊ ആ ഇവന് ആദ്യം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എന്തിനും ഏതിനും വാശിയാ, ഒരു കരച്ചിലാ. അപ്പൊ കരഞ്ഞ ആ ഇവനിത് എല്ലതും കിട്ടും എന്നുള്ളത് ശീലായപ്പോ ഇവനിത് തുടർന്നു. അപ്പൊ ഞാൻ ആ താത്താനെ വിളിച്ചിട്ട് പറഞ്ഞു, ഓനെ ആ കേക്ക് നിങ്ങള് വാശിയാണ്, കുട്ടിക്ക് എല്ലാത്തിനും വാശിയാണ്, കരച്ചിലാണെന്ന് പറയരുത് എന്ന് പറഞ്ഞു. എനിക്ക് യെസ് ക്ലാസ്സിൽ അങ്ങനെ എടുത്ത് തരലുണ്ട്, ഞങ്ങള് മിസ്സുമാർ അങ്ങനെ പറയലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ താത്ത പറഞ്ഞു, അതൊന്നല്ല, ഇവന് നല്ല പിടിച്ച വാശിയാണ്, എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല, ഒരുപാട് ഡോക്ടറെ കാണിച്ചു എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും അല്ല, നിങ്ങള് കുട്ടീനെ കേക്ക് ഒന്നും പറയരുത്, ഓന്റെ ഉമ്മാനോടും പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവര് അങ്ങനെ മാറ്റി ചെറുതായിട്ട് ചെറുതായിട്ട് കുട്ടീനെ കേക്ക പറയാതായി. അങ്ങനെ ശരിയായി. ഇപ്പൊ കുട്ടി എപ്പോഴും എന്നെ കണ്ടാ ചിരിക്കും, ചിഞ്ചു ആഹാ താത്ത എന്ന് വിളിച്ചിട്ട്. അപ്പൊ ഇപ്പൊ എന്റെ ഉമ്മ പറയാണ്, ഇപ്പൊ ഒരുപാട് വാശി കുറഞ്ഞിട്ടുണ്ട്, ഈ അന്ന് ആ പറഞ്ഞത് നന്നായി. മറ്റേ ഉമ്മമാര് എപ്പോഴും പറയും കുട്ടികൾക്ക് വാശിയാണ് വാശിയാണ്. ഇത് കേട്ടിട്ട് കുട്ടി ഓൾറെഡി യെസ്. അങ്ങനെ ആയിപ്പോയതാണ്. അതായത് ഈ പാരന്റ്സിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണോ? ഇവർ ആരെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തുക്കും കുട്ടികളെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് ചോദിക്കണം എങ്ങനെയുണ്ടെടി പഠിപ്പല്ലോ, എന്റെ മോളെ പറയണ്ട, എനക്ക് തലവേദന അവളെ നല്ല പഠിക്കുന്ന മോനായിരിക്കും, നല്ല കുട്ടിയായിരിക്കും. പക്ഷെ ഇത് കേൾക്കുന്ന കുട്ടി അപ്പുറത്തുനിന്ന് യെസ് ഞാൻ എത്ര മാർക്ക് മേടിച്ചിട്ടും ഞാൻ ഇങ്ങനെയാ പറയുന്നത്, പിന്നെ എന്തിനാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് അല്ലെ? അല്ലെ? ഈ കുട്ടി ഇത് കേൾക്കുന്നു, കുട്ടി ഓട്ടോമാറ്റിക്കലി ബാക്ക് ഔട്ട് ആയിട്ട് പോവാണ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാ. അപ്പൊ ഈ ഭയങ്കര ഷൈ ആയിട്ടുള്ള കുട്ടികളുണ്ട്, ആളെ കാണുമ്പോ പെട്ടെന്ന് തന്നെ എടുക്ക് ഒളിച്ച് നിൽക്കണ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആരെങ്കിലും വരുന്നെന്ന് കാണുമ്പോ അവരുടെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് കുട്ടി കേൾക്കത്തക്ക, ഇവ ഭയങ്കര സ്മാർട്ട്, അപ്പോഴും അവൻ ഒളിച്ചിരിക്കുകയായിരിക്കും. എപ്പോഴും പറയേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മാർട്ട്, ആളെ കണ്ടാൽ അത്രയും സന്തോഷം. ആരെങ്കിലും വീട്ടിൽ വരുമ്പോ അവൻ ഭയങ്കര ഹാപ്പിയാ. അത് ആദ്യം അവൻ അക്സെപ്റ്റ് ചെയ്യൂല, പക്ഷെ ഓട്ടോമാറ്റിക്കലി എന്താവും, അത് ഓന്റെ മൈൻഡിൽ ഫിക്സ് ആകുന്നുണ്ട്. ഓൻ പോലും അറിയാണ്ട് അത് കുട്ടിയുടെ മൈൻഡിൽ വെക്കും, ഞാൻ ഭയങ്കര ആക്റ്റീവാ. ഇപ്പൊ നിങ്ങളെ കൊണ്ട് നിങ്ങൾ ഉമ്മയോ ഉപ്പയോ അങ്ങനെ പറയുന്നത് ഭയങ്കര അടിപൊളി, ഓള് രാവിലെ ഒരു 9 മണിയോളം എല്ലാ പണിയും കഴിയും. ഒരു ദിവസം അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എല്ലാ ദിവസവും പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ലെവലിലേക്ക് എത്തും. നിങ്ങളെ കൊണ്ട് എന്ത് മറ്റുള്ളവർ പറഞ്ഞ അതേ രീതിയിലേക്ക് നമ്മൾ വരുള്ളൂ. ഓക്കെ, എന്ത് നമ്മളെ കുറിച്ച് കേൾക്കുന്നു ആ ലെവലിലേക്ക് നമ്മൾ. ഇവള് കോഴി മടിച്ച് എന്ത് ചെയ്യാനും മടിയായി. ഇപ്പൊ നമ്മൾ തന്നെ പറയാന്ന് വിചാരിച്ചോ, വെറുതെ തമാശക്ക് ഫ്രണ്ട്സിന്റെ ഇതൊക്കെ പറയാറുണ്ട്, എന്ത് എനിക്ക് മടിയാടി മടിയാ. ആ സാധനം വന്നാൽ നമ്മളെ വായിന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി മടിച്ചാവും. ഓക്കെ, അതുപോലെ കുട്ടികളുടെ അടുത്ത് ഒരിക്കലും മടിച്ചിട്ടാണ് സ്കൂളിൽ പോകാണ്ട് നീ മടിയാന അതൊന്നും വേണം. അതല്ല, ആ വേർഡ് തന്നെ നമ്മളെ കൊടുക്കുന്നത്, അവർക്ക് ആ സാധനം ഒന്നും ഇല്ല. മനസ്സിലായില്ലേ? അത് നമ്മളായിട്ട് ഇൻജെക്ട് ചെയ്യേണ്ട. മനസ്സിലായില്ലേ? അപ്പൊ ഇത് അപ്ലൈ ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഇതൊക്കെ നടക്കുന്ന കേസ് ഒന്നും അല്ലാന്നായിരിക്കും. അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ പറയട്ടാ. ഓക്കെ, ഇനി അടുത്ത ടെക്നിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരന്റ്സ് മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? സ്കൂളില് പാരന്റ്സ് മീറ്റിംഗും കാര്യങ്ങളൊക്കെ വരുമ്പോ പലപ്പോഴും പാരന്റ്സിന്റെ അടുത്ത് നമ്മൾ എന്താ പറയാ, നിങ്ങളെ കുട്ടി തീരെ ഈ ഒരു സബ്ജക്ട് തീരെ നിങ്ങൾ തീരെ നോക്കലില്ല, അതെന്താ അങ്ങനെ മാർക്ക് പറഞ്ഞേ, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണേ, തീരെ ശരിയാവുന്നില്ല, ക്ലാസ്സിൽ ഭയങ്കര കുരുത്തകട, എപ്പോഴും സംസാരാണ്. ഇതൊക്കെ ആയിരിക്കും ടീച്ചറിന് പാരന്റ്സിനോട് പറയാനുണ്ടാവും അല്ലെ? പക്ഷെ ഒരു കാര്യം അറിയോ, നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെ കുട്ടിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാണ്, നിന്റെ മോൻ തീരെ അനുസരണയില്ല, നിനക്ക് നന്നായിക്കൂടെ, നല്ലോണം വളർത്തിക്കൂടെ എന്ന് പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കുട്ടിയോടാണോ ഇഷ്ടം കുറയാ, അല്ലെങ്കിൽ വന്ന് പറഞ്ഞ പേഴ്സണോടാണോ ഇഷ്ടം കുറയാ? പേഴ്സണോട്. വന്ന് പറഞ്ഞ ആളോട്. ഉറപ്പായിട്ടും നിങ്ങൾ പല കൊലക്കേസുകളും അല്ല പല ഈ ക്രിമിനൽ കേസുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാല്
അവരുടെ അമ്മയോട് ചോദിക്കുമ്പോ അവരെന്താ പറയാ? ഇല്ല, കൊന്നതായിരിക്കും, സ്വന്തം മക്കളെ കൊന്നതായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതാ ഫറാസ്, സ്വന്തം അവന്റെ പേര് ഓർമ്മയില്ല, എല്ലാരെയും കൊന്നിട്ട് അനിയനെയും അല്ലെ ആരെ ഉമ്മമാരെയൊക്കെ കൊന്നിട്ട് ആ ഉമ്മ പറയുന്നത് എന്താ? ഇല്ല, ഓരൊന്നും ചെയ്തിട്ടില്ല എന്നല്ലേ പറയുന്നേ. ഏതൊരമ്മയും സ്വന്തം മക്കളെ കുറിച്ച് നെഗറ്റീവ് കേൾക്കാനോ പറയാനോ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സ് പറയുമ്പോ ആ ശരി ശരി എന്ന് പറയുന്നുണ്ടല്ലോ, കുട്ടികളെ പോയിട്ട് അടിക്കുന്നുണ്ടല്ലോ, അത് താൽക്കാലികമാണ്. പക്ഷെ എന്നും മൈൻഡിൽ ഈ ടീച്ചർ ഇവക്ക് എന്താ ഒരു ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടറാ. ഇഷ്ടപ്പെടാത്ത കുറച്ച് ലിസ്റ്റിലായിരിക്കും അവര് വരിക. നമ്മൾ നല്ലതിനാ പറയുന്നേ അല്ലെ, നമ്മൾ എന്തിനാ പറയുന്നേ? ആ കുട്ടി നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷെ നമുക്ക് കിട്ടുന്ന എന്താ? ഇങ്ങനെയാ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ആ കുട്ടി അങ്ങനെ തന്നെ ഇരിക്കും, നിങ്ങൾക്ക് വലിയ കാര്യവും ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കുട്ടി അടിപൊളിയാണ്, സൂപ്പറാണ്, എന്ത് ഒരിക്കലും നെഗറ്റീവ് പറയരുത്. പക്ഷെ എങ്ങനെ പറയണം? ഇപ്പൊ ഇംഗ്ലീഷിനെ കുട്ടി ശ്രദ്ധിക്കുന്നില്ല, ഇത് എങ്ങനെ പാരന്റിന്റെ അടുത്ത് പറയാം? പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങളുടെ കുട്ടി സൂപ്പറാണ്, എല്ലാ അടിപൊളി, ക്ലാസ്സിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്, അടിപൊളിയാണ്, പക്ഷെ ഇംഗ്ലീഷ് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓൻ തന്നെയായിരിക്കും ടോപ്പ്. ഓക്കെ, ഇത് കേട്ടാൽ ഒരു പാരന്റ് എങ്ങനെയോ ആ കുട്ടിനെ മാക്സിമം ഇംഗ്ലീഷിലേക്ക് ഫോക്കസ് ചെയ്യും, പിന്നെ ഇംഗ്ലീഷേ നോക്കുള്ളൂ അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? ഇനിയിപ്പോ നമ്മുടെ കുട്ടി ആക്റ്റീവ് അല്ല, പക്ഷെ എല്ലാം പഠിക്കുന്നൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഒരു കുട്ടിയാന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? പാരന്റ് അടുത്ത് ചെയ്യുന്നു, നന്നായിട്ട് എല്ലാത്തിലും പഠിക്കുക, എല്ലാത്തിലും ഫുൾ മാർക്കാണ്, മിടുക്കനാണ്, ക്ലാസ്സിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവൻ ആയിരിക്കും സൂപ്പർ. മനസ്സിലായില്ലേ? ഓക്കെ, ഇപ്പൊ നസീറാടെ മോനോ അതുപോലെ അൻഷിദാടെ മോനോ റൈഹാനത്തിന്റെ മോനോ ഒക്കെ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ക്ലാസ്സില് പാരന്റ്സ് ആണ് നിങ്ങളൊക്കെ എന്ന് വിചാരിക്കും, ഞാൻ ടീച്ചറാന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ ടോക്കില് ഒരുമിച്ചിരിക്കുന്ന സമയത്തല്ല, പേഴ്സണൽ ടോക്കില് അൻഷിദാക്ക് തോന്നണം ടീച്ചർക്ക് ക്ലാസ്സിൽ ഏറ്റവും ഫേവറേറ്റ് സ്റ്റുഡന്റ് എന്റെ മോനാ. ഓക്കെ, അതുപോലെ റൈഹാനത്തിന് തോന്നണം മിസ്സിന് ഏറ്റവും ഇഷ്ടം എന്റെ മോനോടാ, ക്ലാസ്സിൽ ഏറ്റവും ഇഷ്ടം എന്റെ മോനോടാ. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അൻഷിദാടെ മോനാണ് എന്റെ ഫേവറേറ്റ് കുട്ടി എന്ന് പറയാനും പാടില്ല. അതെങ്ങനെ അറിയോ? എല്ലാരോടും ഓരോ മക്കളെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്ത. അതെ, പക്ഷെ അവർക്കൊരു വെറുതെ തള്ളി മറിക്കുന്നതാണെന്ന് തോന്നരുത്. എന്താണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ സൂപ്പറാണ്. റൈഹാനത്തിന്റെ മോന്റെ പേരെന്താ? ഒരു എക്സാമ്പിൾ കൊടുക്കാനാ, പറയൂ. റൈസാൻ. ഓക്കെ, റൈസാൻ ആണ് ക്ലാസ്സിൽ ഏറ്റവും മിടുക്കൻ. എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണെന്നറിയോ, നല്ലൊരു പൊന്നാ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്നൊന്നും പറയണ്ട, ഭയങ്കര ഇഷ്ടമാണ്, മിടുക്കനാണ്, എനിക്ക് എന്റെ മോനെ പോലെ എന്നൊക്കെ പറയാം. ഓക്കെ, അടുത്ത നസീർ, നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ വിചാരിക്കും നമുക്ക് എല്ലാ കുട്ടികളും സ്വന്തം കുട്ടികളെ, പക്ഷെ ഇവർക്ക് എന്താ അത് മനസ്സിലാവാത്തെന്ന് വിചാരിക്കരുത്. അവരത് അറിയണമെങ്കിൽ വാക്കിലൂടെ തന്നെ പോണം. വാക്കിലൂടെ അവർ കേട്ടാലേ അവർ അറിയുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളൊരു നോർമൽ ടീച്ചറാ. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ലെവൽ ഓഫ് നിങ്ങളുടെ വേർഷൻ അവിടെ കൊണ്ടുവരാൻ നിങ്ങളായിരിക്കും ഏറ്റവും ബെസ്റ്റ് ടീച്ചർ. അവിടെ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, മാക്സിമം ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യണം നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ ക്ലാസ്സിൽ. നിങ്ങളുടേതായ ഐഡിയാസ് കൊണ്ടുവരാം. കുട്ടിക്ക് ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടി നിങ്ങൾ ബ്രെയിൻ ജിം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോംബോ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സജഷൻ പോലെ പറയാം, നമുക്ക് ഇവിടെ ബ്രെയിൻ ജിം ഒക്കെ കുട്ടിക്ക് കൊടുത്തു ഈ ഇന്റർവെൽ ടൈമിലൊക്കെ കുറച്ച് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് തന്നെ കൊള്ളാലോ ഈ മിസ് അല്ലെ? നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് കേട്ടാ, അതാരും മറക്കണ്ട. എവിടെയാണോ നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് കിട്ടിയേക്കെന്ന് വെച്ചാൽ അവിടെ നിങ്ങളുടെ ബെസ്റ്റ് ലെവൽ ഓഫ് ആ ഒരു വേർഷൻ പുറത്ത് വരണം. അപ്പൊ അവർക്ക് തോന്നണം നിങ്ങൾ ഇവിടെ ജോലിക്ക് എടുത്താലോ എന്ന് തോന്നണം. അങ്ങനെ കിട്ടിയ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഗ്യാങ്ങിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ കിട്ടിയ പിന്നെ ഒരു പണിയില്ലല്ലോ, പടയെന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടിയില്ലേ. അപ്പൊ നിങ്ങളെ അവർക്ക് വിട്ടു പോവാൻ തോന്നരുത്. മനസ്സിലായില്ലേ? അതൊക്കെ നിങ്ങളുടെ കയ്യിലായിരിക്കുന്നേ. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ ഇത് അടുത്ത ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോ, ക്ലാസ് ടീച്ചറെ കയ്യിൽ കിട്ടുമ്പോ ഉറപ്പായിട്ട് അവരുടെ ഒരു ഗ്രൂപ്പ് വരും അല്ലെ? LKG A, LKG B എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പ് വരും. ഈ ഗ്രൂപ്പ് വരുന്ന സമയത്ത് ഓരോ പാരന്റ്സിനെ എടുത്തിട്ട് നിങ്ങൾ ബ്രോഡ്കാസ്റ്റിന് സെറ്റ് ചെയ്യുക. വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, അറിയില്ലെങ്കിൽ അത് പഠിച്ചു വെക്കുക. ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇട്ടിട്ട് ഇവരോടൊക്കെ നിങ്ങളുടെ പേര് സേവ് ചെയ്യാൻ പറയാം. സേവ് ചെയ്താൽ മാത്രമേ അവർക്ക് മെസ്സേജ് പോകത്തുള്ളൂ. അതിനുശേഷം എല്ലാ ദിവസവും കുട്ടികൾക്കുള്ള ഹോംവർക്സ്, ആക്ടിവിറ്റീസ്, കാര്യങ്ങളൊക്കെ നൈറ്റ് വർക്ക് കഴിഞ്ഞ പാട്
ഈ ബ്രോഡ്കാസ്റ്റിൽ ഇട്ടേക്കുക. ഇതൊന്ന് ചെയ്യിക്കണേ എന്ന് പറയാം. അവിടെ മോനെ മോളെ എന്നുള്ള വിളി പാടില്ല. മോനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണേന്ന് പറയരുത്, മോളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണേന്ന് പറയരുത്. എന്ത് ചെയ്യണം? ഒന്നുകിൽ വാവേന്നൊക്കെ വിളിക്കാം. വാവനെ കൊണ്ട് ഇതൊന്ന് മൊത്തം ഒന്ന് ചെയ്യിപ്പിക്കണേ, ഞാൻ ഇന്ന് ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്, ഒന്ന് വീട്ടിൽ നിന്നൊന്ന് റിവിഷൻ ചെയ്യിക്കണേ എന്ന് പറഞ്ഞാൽ ഈ പാരന്റ്സിനൊക്കെ എങ്ങനെയാ പോവാ? ഈ മെസ്സേജ് ഗ്രൂപ്പായിട്ടാണോ പോവാ? അല്ല, ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ടാ പോവാ. പേഴ്സണൽ ആയിട്ട് പോവാന്ന് പറയുമ്പോ റെയ്ഹാനത്തിനും റാഷിദാക്കും അഫ്നിദാക്കും ഒക്കെ എങ്ങനെയാ പോവാ? പ്രൈവറ്റ് ആയിട്ട് പോവും. ഈ മിസ് എന്തോ ഒരു സൂപ്പർ മിസ്സാ. ഈ മിസ് വന്നപ്പോ മൊത്തം എന്താ ഭയങ്കര ഫോളോ അപ്പ് ആയി അല്ലെ? കറക്റ്റ് ഫോളോ അപ്പാ കിട്ടുന്നേ. എന്തൊരു ശ്രദ്ധയായി മിസ്സിന്. സ്കൂളിൽ പോയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട് ഈ മിസ്? നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അല്ലെ? മിസ് അത്രയും സൂപ്പർ മിസ്സായി. ഇതൊക്കെ ടെക്നിക്കാ. ഞാൻ എന്റെ കരിയറിൽ യൂസ് ചെയ്ത് ഭയങ്കര റിസൾട്ട് കിട്ടിയ ടെക്നിക്സാ. നിങ്ങൾക്ക് ചിലപ്പോ ഈ ടെക്സ്റ്റ് ബുക്ക് ഈ 5th ചാപ്റ്റർ വരെ കിട്ടിയതിനേക്കാളും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതായിരിക്കും. മനസ്സിലായില്ലേ? സ്കൂളിൽ ചെയ്യല്. അപ്പൊ ആദ്യം വിചാരിച്ചത് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് വരുന്ന മെസ്സേജ് ആണ്, പിന്നെ മനസ്സിലായത് ബ്രോഡ്കാസ്റ്റ് ആണ്. യെസ്, അത് പലരും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നല്ല ബുദ്ധിപരമായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാവാൻ കാരണം മിക്കവാറും മോനൊക്കെ മോളായി പോയിട്ടുണ്ടാവും, എല്ലാവരും എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാകും. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇല്ല, ഒന്നിച്ച് ഫോട്ടോസ് എല്ലാം അയക്കും, അപ്പൊ മനസ്സിലാവും ഇത് ഇങ്ങനെ വരുന്ന മെസ്സേജ്. അത് പക്ഷെ ആ ടീച്ചർ ചിലപ്പോ ബ്രോഡ്കാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ വിടുന്നതായിരിക്കും കേട്ടോ. അത് പറയാൻ പറ്റൂല, ചിലത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ പക്ഷെ നിങ്ങൾ എങ്ങനെ ചെയ്യാ? ഈ രീതി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫോളോ അപ്പ് ഉള്ള ഒരു ടീച്ചറാന്നൊക്കെ മനസ്സിലാവും, കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. മനസ്സിലായില്ലേ? ഇനിയിപ്പോ നിങ്ങൾക്ക് ഞാൻ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കൂലല്ലോ പഠിച്ചോനെ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാനിപ്പോ അങ്ങനെയൊന്നും ഇല്ല, ഞാൻ നന്നായി. ഓക്കെ, അല്ല മിസ്സേ, ഈ പേരൻസ് തമ്മിൽ എന്തെങ്കിലും ഡിസ്കസ് നടന്നാലോ? മിസ് എനിക്ക് മെസ്സേജ് എങ്ങനെ ഈ കുട്ടികളെ പാരന്റ്സ് തമ്മിലൊക്കെ പറയില്ല, മിസ് ഇന്നലെ നൈറ്റ് ബാധിക്കുന്നേ ഇല്ല. നിങ്ങളടുത്ത് വന്നിട്ട് ചോദിക്കോ അതെന്താ മിസ്സേ ബ്രോഡ്കാസ്റ്റ് ആയിട്ട്? ഇപ്പൊ ഇവർക്ക് ബ്രോഡ്കാസ്റ്റ് ആണ് മനസ്സിലായിട്ട് നിങ്ങൾ പോയി ചോദിച്ചോ എന്താ ബ്രോഡ്കാസ്റ്റ് അയച്ചെന്ന് ചോദിച്ചോ? ഇല്ലല്ലോ, ചോദിക്കൂല. കാരണം അത് ടീച്ചറെ ബാധിക്കുന്നില്ല. നമ്മളെ സൈഡ് ഓക്കെ ആക്കാം. ചിലപ്പോ 2 പാരന്റ്സ് തമ്മിലായിരിക്കും ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ടാവുക. അതിനുവേണ്ടി ബാക്കിയുള്ള 23 പാരന്റ്സ് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അതൊന്നും നിങ്ങളെ ബാധിക്കുന്നേ ഇല്ല. ഇനിയിപ്പോ മിസ് എന്റെ മോടും എങ്ങനെയാ പറഞ്ഞത്? കുട്ടി നല്ല ഇഷ്ടപ്പെട്ട മിസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയാന്നാ പറഞ്ഞത്. നിങ്ങളടുത്ത് വന്ന് ചോദിക്കോ എന്താ മിസ് ഓളെ കുട്ടിനെ ഇഷ്ടാന്ന് പറഞ്ഞ എന്റെ കുട്ടിനെ ഇഷ്ടാന്ന് പറഞ്ഞെന്ന് പറയോ? ഇല്ല. നിങ്ങൾ ഇത് ബാധിക്കൂല. നിങ്ങൾ നിങ്ങളുടെ ജോലി നീറ്റ് ആയിട്ട് ചെയ്യുന്നു. അത് മാത്രം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുക. ഓൾക്ക് മനസ്സിലാവോ, ഇവൻ മനസ്സിലാവോ, ഒന്നും വേണ്ട. ഞാൻ ഇപ്പൊ എന്താ പറയാ, എന്റെ മോനും നസീറിന്റെ മോനും കുട്ടിയും പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നസീറിനോട് പറയുവാണേ, ഇന്നലെ നൈറ്റ് മിസ് മെസ്സേജ് അയച്ചിരുന്നു, മോനെ എന്താ പറയാ വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പൊ നസീറ പറയും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഡിസ്കസ് നടക്കൂലേ? വന്നോട്ടെ, അതൊന്നും പ്രശ്നം നിങ്ങളെ ബാധിക്കുന്നില്ല. അവരത് മനസ്സിലാക്കുന്നു. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ ആരോ മനസ്സിലായി എന്ന് പറഞ്ഞില്ല, പിന്നെയാണ് എനിക്ക് ബ്രോഡ്കാസ്റ്റ് ഇടാന്ന് മനസ്സിലായെന്ന്. ആ ടീച്ചർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ടീച്ചർ അത് ബാധിക്കുന്നു. ആ ടീച്ചർ അറിഞ്ഞു പോലും ഇല്ല ഇവർക്ക് ഇത് മനസ്സിലായ കാര്യം. അതിനെക്കൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. അത് അവർ മനസ്സിലാക്കുവോ? അത് നമുക്ക് അതുകൊണ്ട് നമ്മുടെ സാലറി കുറയൂല അല്ലെ? അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവര് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കുകയും ചെയ്യും. ഏതായാലും ഇങ്ങനെ കിട്ടുന്നത് എന്തായാലും പഠിപ്പിക്കാതിരിക്കോ? പഠിപ്പിക്കുകയും ചെയ്യും. അതിലൊന്നും ഒരു പ്രശ്നം വരാനില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പല വർക്ക്സും ഇവിടെ പെൻഡിങ് ആയി പോവാട്ടോ. ഇതൊക്കെ നിങ്ങളെ പെർഫെക്റ്റ് ആക്കാനുള്ളതാ. മനസ്സിലായില്ലേ? ക്ലിയർ ആയോ ചോദിച്ചവർക്കൊക്കെ? യെസ്. ഈ ഒരു പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ മടിക്കുന്നത് ഇതുകൊണ്ടാ ലൈഫില്. അവരെന്താ വിചാരിക്കുക? അങ്ങനെ ആയി പോയിട്ടുണ്ടെങ്കിൽ അവർ അറിഞ്ഞാൽ എങ്ങനെ? അവരിങ്ങനെ അറിയട്ടെ. അവര് പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ. നമ്മൾ കേൾക്കുന്നില്ല, നമ്മളെ ബാധിക്കുന്നില്ല, എന്തോ ആയിക്കോട്ടെ. ഈ മൈൻഡ് സെറ്റ് സത്യം, നമ്മ മറ്റുള്ളവരെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യൂല. സത്യം. ഞാൻ കുറെ കാലം ഉണ്ടല്ലോ അവരെന്താ വിചാരിക്കുക ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു എനിക്കുള്ള നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാല്. എനിക്ക് ഒരു ദിവസം എന്തിനാ അങ്ങനെ ചെയ്ത് അവരങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവൂലേ, അങ്ങനെ ഒരാളായിരുന്നു ഞാന്. പക്ഷെ അത് എന്റെ ലൈഫ് എടുത്ത് മാറ്റിയ മുതല് ഞാൻ ഭയങ്കര ഫ്രീയാ. പറയുന്നവര് പറയട്ടെ, ചെയ്യുന്നവര് ചെയ്തോട്ടെ, ഒരു പ്രശ്നവുമില്ല. കൂളായിട്ടിരിക്കുക കേട്ടാ. ഓക്കെ, എല്ലാവരും
ഓക്കെ, കുറെ ടിപ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത്രയും ടിപ്സ് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ നിങ്ങളുടെ ജോലിയിൽ അപ്ലൈ ചെയ്യുക. വെറുതെ മനസ്സിലാക്കുമ്പോ വാ ഇത് കൊള്ളാലോ ഇത് കൊള്ളാലോ തോന്നിയില്ലേ? എല്ലാവർക്കും തോന്നിയില്ലേ? തോന്നിയിട്ടില്ല? ഇത് നമുക്ക് Yes, മിസ് ഞാനിത് അതൊക്കെ പറഞ്ഞ കൊടുത്തിട്ട് സ്റ്റാറ്റസ് ആയിട്ട് ഒരു ഫോട്ടോ ഇടാൻ പേടിയാ, ഒരു ഡ്രസ് ഇടാൻ പേടിയാ, മറ്റുള്ളവരെന്ത് വിചാരിക്കും. അടുത്തത് ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞത് നന്നായിട്ടോ, ഇത് ഞാൻ പറയാൻ വിട്ടുപോയതാ. അതായത് ഇപ്പൊ നിങ്ങളുടെ പാരന്റ്സ്, ഇപ്പൊ നിങ്ങൾ തന്നെ എന്താ ചെയ്യാ, നിങ്ങളുടെ കുഞ്ഞു മക്കളുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ഒക്കെ കിട്ടിയ വേഗം സ്റ്റാറ്റസ് വെക്കും അല്ലെ? നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് ആണ്, ഭയങ്കര സൂപ്പർ ആണ്. ഇപ്പൊ അതായത് ഷംനയുടെ മോന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ഷംനക്ക് പ്രഷ്യസ് ആണ്, ഭയങ്കര അത്രയും അമൂല്യമായ ഒന്നാണ് അല്ലെ? അത് എവിടെന്നെങ്കിലും കിട്ടിയതും കൂടിയാണെന്നുണ്ടെങ്കിൽ, കിട്ടിപ്പോയതും കൂടെ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ തന്നെ സ്റ്റാറ്റസ് ഒക്കെ വെക്കുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും. അത് ഷംനയുടെ മാത്രം സന്തോഷ. ഇത് കാണുന്നവർക്ക് എന്താക്കാൻ വേണ്ടി പറ്റൂല? കാണുന്നവർക്ക് അതേ ആ ഒരു വിലയോ അതേ മൂല്യമോ അതേ സ്നേഹമോ അതോ സന്തോഷമൊന്നും ഇല്ല. ശരിക്കും അതൊരു നോർമൽ ഫോട്ടോ ആണ്. പക്ഷെ ഷംനയുടെ ആ ഫോട്ടോ കാണുമ്പോ, ഞാനിപ്പോ ഷംനയുടെ വാവയുടെ ടീച്ചറാന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ വന്നിട്ട് മാഷാഅല്ലാ ഇത് ഇന്ന മോനാണോ ഈ കുട്ടിയാണോ എന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഇത് നമ്മുടെ മറ്റേ മോനാണോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഷംനക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം നിങ്ങൾ എന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മക്കളുടെ ഫോട്ടോക്ക് വന്നിട്ട് ലവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടീച്ചർ വന്നിട്ട് ഇടുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സന്തോഷം എത്ര ആയിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓക്കെ, കുട്ടിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് അവര് സ്റ്റാറ്റസ് ഇടുന്നുണ്ടോ, അപ്പൊ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ആയിട്ടൊരു കമന്റ് ഇടാം. ജസ്റ്റ് സെക്കൻഡ് നിങ്ങൾക്ക് നഷ്ടമുള്ളൂ അല്ലെ? പക്ഷെ അവിടെ കിട്ടുന്നത് എന്താ? നിങ്ങൾക്കുള്ള വാല്യൂ അവിടെ എത്ര കൂടുന്നുണ്ടെന്നറിയോ? അത്രയും നല്ല ടീച്ചർ നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ വരും. ഇവരിനി ഈ കുട്ടി കോളേജിൽ എത്തിയാലും ഈ ഉമ്മ പറയുന്നത് ഇവർക്ക് LKG ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, എന്തോ ഒരു സൂപ്പറാന്നറിയോ, അങ്ങനെ പറയൂ. ഈ പാരന്റ്സ് നിങ്ങൾ എന്താ പഠിപ്പിക്കുന്നതൊന്നും വലിയ കാര്യമായിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയത്ത് ഈ കറക്റ്റ് ഫോളോ അപ്പ്, നല്ല പരിഗണന, നല്ല സ്നേഹം, നല്ല കെയറിങ്, ഇതെല്ലാം അവർ ഈ LKG UKG നോക്കുള്ളൂ. ഓക്കെ, 10ാം ക്ലാസ് ഒക്കെ എത്തുമ്പോ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നൊക്കെ നോക്കുമായിരിക്കും ചിലപ്പോ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ത് എന്റെ തോന്നുന്നു? മോള് 9th മദ്രസില് പഠിക്കുന്ന നവാബിന്റെ ഓൺലൈനില് ഷാ മാം എന്തെങ്കിലും ഫോട്ടോ ഇട്ടാലോ എന്തിട്ടാലും അപ്പൊ തന്നെ ഹാർട്ട് ഇടും. പിന്നെ എന്തുണ്ടെങ്കിലും പ്രൈവറ്റ് ആയിട്ട് ചോദിക്കും, മെസ്സേജ് അയക്കും. ഭയങ്കര യെസ്, ഫോളോ അപ്പ്. അതായത് ഇത്രയും കാലം കുട്ടിയെ പഠിപ്പിച്ച മദ്രസിൽ ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് അത്ര ഇതായിട്ട് പറയാനുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ടെങ്കിൽ അതിനെ എടുത്തു പറയാനും മനസ്സിൽ വെക്കുക, ഈ ടീച്ചർ മനസ്സിൽ വെക്കാനും കാരണം ആ ചെറിയൊരു ഹേർട്ടാണ്, ആ ഒരു പച്ച ഹാർട്ടാണ്. ഈ സ്റ്റേപ്പ് ആ ടീച്ചറായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ നമ്മള് ഒരിക്കലും ഇനി കാണാനോ കേൾക്കാനോ ഒന്നിനും പോകുന്നില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല അങ്ങനെ ഒരു ടീച്ചർ ഉണ്ടെന്നുള്ള കാര്യം. നവാബില് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ട്. എന്റെ ഇല്ലേ? മോൾക്കുണ്ട് ഒരു ടീച്ചർ LKG പഠിപ്പിക്കുന്ന ആളിപ്പോ 2ാം ക്ലാസ്സിലാണ് പഠിക്കണത്. പക്ഷെ എപ്പോഴും വിളിക്കും, എല്ലാ കാര്യവും ഷെയർ ചെയ്യും. യെസ്. ആ 2ാം ക്ലാസ് എത്തുന്നവരെ ഈ കുട്ടിക്ക് എത്ര ടീച്ചേഴ്സ് പാസ് ചെയ്തു പോയി. പക്ഷെ ഷംനയെന്ന് ഓർക്കുന്നത് ആരെയാ? ഷംനയെന്ന് ഓർക്കുന്നത് ആരെയാ? അങ്ങനെ നാട്ടിലൊരു മദ്രസിൽ ഉസ്താദും ഉണ്ട്. അത് ചെറുത് 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച. ഇപ്പൊ എന്തുണ്ടെങ്കിലും മോനെ മോനെ വിളിച്ചിട്ട് മെസ്സേജ് അയക്കും. ആഹാ, വാവ്, ഗ്രേറ്റ്. ഇതാ ഞാൻ പറഞ്ഞേ, പാരന്റ്സിന് ഇതൊക്കെയാ വേണ്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ നിങ്ങള് പറഞ്ഞില്ലല്ലോ മദ്രസയിൽ നിന്ന് എന്റെ മോൾ ഇങ്ങനെ ഇത് പഠിപ്പിച്ചു, ഇസ്ലാം കാര്യം ഇത്രയാന്ന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. ഷംന എന്ത് പറഞ്ഞിട്ടില്ല? LKG ABCD പഠിപ്പിച്ചു കൊടുത്തു എന്നല്ല പറഞ്ഞത്. പാരന്റ്സിന് ഇങ്ങനെയുള്ള പരിഗണനയാണ് വേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കാട്ടോ. ഓക്കെ, എനിക്കും കൂടി പുതിയൊരു ഫ്രണ്ടിനെ അവിടെ കിട്ടിയത്. ഞങ്ങള് ഭയങ്കര കമ്പനി അപ്പൊ. അതാണ്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ടീച്ചർ ആവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. എപ്പോഴും 4ൽ ഒരാളല്ല, 4ൽ ഏറ്റവും നല്ല ഒരാള്, ഏറ്റവും ബെസ്റ്റ് ആവാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കണ്ടേ. ക്ലിയർ? അഫിത് ചിരിച്ച് ചാടണ്ടടാ. എന്റെ കൊല കണ്ടിട്ടാണോ? റിച്ചിനെ കണ്ടിട്ടാണോ? ബാക്കിലാരാ? അതാണ് എന്റെ ആളെന്തോ മെല്ലനെ ഡോറ് തുറന്നിട്ട് എന്തോ എടുക്കാൻ വന്നതാന്ന്. മിസ്സിന്റെ മോളല്ലേ? മോള് ചെറുതല്ലേ? എന്റെ ഇളയതിന്റെ ഇളയത്. ആള് മെല്ലനെ വന്ന് എന്തോ ക്രീമോ പൊക്കി കൊണ്ടുപോയിട്ടുണ്ട്. എന്തോ മിസ് അറിയാണ്ട് എടുക്കാൻ വന്നതാ.
സത്യം ഞാൻ ക്ലാസ് എടുക്കുമ്പോ എന്റെ മോക്കും എന്റെ അനിയത്തിക്കലും ഭയങ്കര സന്തോഷം. ഞാൻ ഒന്നും നോക്കൂല, അവരെല്ലാം എടുത്തിട്ട് പോകും. ഇല്ല. അപ്പൊ ശരി. അപ്പൊ ഇന്നത്തെ സെഷനിൽ കുറച്ച് ഭാഗം എടുക്കാനുണ്ടല്ലോ, അത് അവിടെ കിടക്കട്ടെ, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾക്ക് എക്സാം വെക്കേണ്ടി വരൂലേ. അതുകൊണ്ട് അത് അവിടെ കിടന്നോട്ടെ. എന്ത് ചെയ്യാ, ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് പഠിച്ചിട്ട് വരാം കേട്ടോ. അതിന്റെ റിവിഷൻ ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചോദിക്കും. നന്നായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ ഓക്കെ ശരി. അപ്പോ താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ. താങ്ക് യു. ആ, you're welcome. ma'am.